Get set chat. Get set chat. This is Malabar Golden Diamond Get Set Chat, powered by Kavalari, presented to you by Only. Get set. Get set chat. അപ്പോൾ ഇന്ന് വരാൻ പോകുന്ന സെലിബ്രിറ്റി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വലിയൊരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ അദ്ദേഹത്തെ കുറേ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. മിമിക്രി എന്ന കലയിലൂടെ നമ്മുടെ സിനിമയിലേക്ക് വന്ന ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട്. പക്ഷേ അതിൽ സിനിമയിൽ ഇങ്ങനെ കയറിപ്പോയ ആർട്ടിസ്റ്റുകൾ ഒത്തിരി കുറവാണ്. പക്ഷേ ഇത് വളരെ നല്ല ക്യാരക്ടേഴ്സ് ചെയ്ത് മിമിക്രിയിലൂടെ ആണെങ്കിലും സിനിമയിലൂടെ ആണെങ്കിലും സ്റ്റേജ് ഷോസിലൂടെ ആണെങ്കിലും എല്ലാത്തിലൂടെയും നമ്മുടെ മനസ്സ് കവർന്ന ഒരു നടനാണ്. സോ ലെറ്റ്സ് വെൽക്കം our very own Tini Tom. Get set chat. Get set chat. ചേട്ടൻ പെട്ടെന്ന് അവിടെ പോയിരുന്നോളൂ. നമ്മൾ രണ്ടുപേരും അടുത്ത് ഒത്തിരി നേരം നിന്നാൽ പ്രശ്നമാണ്. എന്താണ് ഞാൻ വല്ല പഠിക്കട്ടല്ലോ? അങ്ങനെയല്ല, അല്ല, എന്താന്നറിയോ, ചേട്ടന് നീളം ഒത്തിരി കൂടുതലാണ്. ഞാൻ എത്ര ഹീലിട്ടാലും ചേട്ടൻ്റെ അത്ര എത്തത്തില്ല. എപ്പോഴും ഒരുമിച്ച് നടക്കാറുണ്ടല്ലോ. ഞാൻ ഇനി മുതൽ ചേട്ടൻ്റെ കൂടെ ഒരുമിച്ച് നടക്കി വേണ്ട, വെറുതെ പ്രശ്നമാകണ്ട. ഇനി ഞാൻ ഒത്തിരി ദൂരം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഗെറ്റ് സെറ്റ് ചാറ്റ് എന്ന് പറയുന്ന ഷോ ഉണ്ടല്ലോ, അതിൽ അതിഭീകരമായ ചോദ്യങ്ങൾ ചേട്ടന് നേരിടേണ്ടി വരും എൻ്റെ അടുത്തുനിന്ന്. പക്ഷെ അതിഭീകരമായ രീതിയിൽ ചേട്ടൻ റിയാക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തമ്മിൽ ഇത്രയും ഒരാകലം. അതാകുമ്പോൾ എത്തില്ലല്ലോ. അപ്പൊ ചേട്ടാ സുഖല്ലേ? ചേട്ടനൊരു സന്തോഷമില്ല. അധികം സൂഹിക്കാറില്ല, അധികം സങ്കടപ്പെടാറില്ല. അത് മീഡിയ ആയിട്ടാണ് പോകുന്നത്. എങ്കിൽ ഞാൻ ചേട്ടനെ ആദ്യമേ തന്നെ സൂചിപ്പിച്ചങ്ങ് തുടങ്ങി. ചേട്ടനെ കാണാൻ ഇന്ന് സുന്ദരനായിട്ടുണ്ട്. എനിക്ക് ആ തലയിൽ കിട്ടിയിരിക്കുന്ന സാധനം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പഴയ കാര്യങ്ങളൊക്കെ ഒത്തിരി പറഞ്ഞതുകൊണ്ട് നമുക്ക് പുതിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങാം, ലേറ്റസ്റ്റ് ആയിട്ടുള്ള. അപ്പോൾ ഏറ്റവും അവസാനം യൂഷ്വലി ചോദിക്കുന്ന ചോദ്യം ഞാൻ ആദ്യമൊക്കെ ചോദിച്ചേക്കാം. റീസെന്റ് ഫിലിം ഏതാണ്? റീസെന്റ് ഇപ്പൊ ലോഹം. അത് നമ്മള് കഴിഞ്ഞോ? ഷൂട്ടിംഗ് കഴിഞ്ഞോ? ഇല്ല, 3-4 ദിവസം കൂടി ഉണ്ട് അതിന്റെ. പക്ഷെ എന്റെ പോർഷൻ കഴിഞ്ഞു. കാരണം ലാലേട്ടന്റെ കൂടെ തന്നെ ആ ഒരൊറ്റ സീനുള്ളൂ. പക്ഷെ എൻ്റെ ഗുരുനാഥനുള്ള രഞ്ജിയേട്ടൻ്റെ ഇതാണ്. പക്ഷെ അതിൽ ആ സിനിമയിൽ ത്രൂ ഔട്ട് എൻ്റെ ഒരു പ്രസൻസ് വരുന്നുണ്ട്. അത് വേറെ രീതിയിലാണ്. അവസാനം ഞാൻ ലാലേട്ടനോട് കാണുന്നുണ്ട്. അതാണ് അതിൽ മഹാ തല്ലിപ്പൊളിയായിട്ടാണ്. പക്ഷേ നേരെ ഇപ്പുറത്ത് മമ്മൂക്കയോടൊപ്പം യൂട്ടോപ്പിയ രാജാവ് എന്നുള്ള കമൽ സാറിൻ്റെ പ്രൊജക്റ്റ്, അതിൽ ജീസസ് ക്രൈസ്റ്റ് ആയിട്ടാണ്. ജീസസ് ക്രൈസ്റ്റ് ആയിട്ട്? അയ്യോ, അപ്പൊ ഈ നമ്മുടെ പ്രാഞ്ചിയേട്ടനകത്തെ പോലെ അതുപോലെ വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുമോ? പ്രാഞ്ചിയേട്ടനെ പോലെ ഒരു സിനിമയെ വേറെ സിനിമയായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റില്ലല്ലോ ഒരിക്കലും. ഇതൊരു വേറൊരു കോൺസെപ്റ്റാണ്. അതിൽ എന്തുകൊണ്ടാണ് എന്നെ സെലക്ട് ചെയ്തെന്ന് അറിയില്ല. ചിലപ്പോൾ എൻ്റെ ഉള്ളിലെ നിഷ്കളങ്കത അറിഞ്ഞിട്ടായിരിക്കും. പക്ഷേ ആൾക്കാരെ പ്രതീക്ഷിക്കുന്ന പോലെ ഉള്ളൊരു ജീസസ് ക്രൈസ്റ്റ് അല്ല. നമ്മൾ പാഷൻ ഓഫ് ക്രൈസ്റ്റ് ഒക്കെ കണ്ടിട്ട് മനസ്സിൽ അതുപോലെയാണോ? അല്ല, ചിലപ്പോൾ എന്നെ ആൾക്കാർ തല്ലും പിടിച്ച്. എനിക്ക് അതിനുള്ള യോഗ്യത ഒന്നുമില്ല. പക്ഷെ സാറ് സെലക്ട് ചെയ്ത് എന്തുകൊണ്ടാന്ന് അറിയില്ല. ഒരു പ്രതിമയാണ്. അപ്പൊ സാധാരണ പ്രതിമയാണ് ആക്ച്വലി. ഇപ്പൊ ടിനി ടോം ചേട്ടൻ മറ്റേ പ്രതിമയുടെ കാര്യവും വികാരമില്ലാത്ത കാര്യവും പറഞ്ഞപ്പോഴാണ് ഞാനും അത് ശ്രദ്ധിക്കുന്നത്. ചേട്ടൻ സത്യത്തിൽ എന്താണ് ചിന്തിക്കുന്നതെന്ന് എനിക്കങ്ങോട്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നില്ല. ചേട്ടൻ ചിരിക്കുവാണോ ദേഷ്യപ്പെടുവാണോ, നമ്മൾ ചോദിക്കുന്ന ചോദ്യം ഇഷ്ടപ്പെടുന്നുണ്ടോ, ആകെ മൊത്തം ഒരു കൺഫ്യൂഷനാണ്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. അല്ല, എന്റെ സംശയം അതൊന്നുമില്ല. എന്റെ ഇത്രയും സിനിമകൾ കണ്ടിട്ട് കമൽ സാർ എന്നെ മുഖത്ത് വികാരമൊന്നും വരാത്തത് കൊണ്ടാണോ പ്രതിമയായിട്ട് എടുത്തതെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഞാൻ സാറിൻ്റെ അടുത്ത് ചോദിച്ചു, ഇനി അതുകൊണ്ടാണ് എന്നെ. അപ്പൊ ഇതിനു മുൻപ് അതായത് സെല്ലുലോയിഡ് എന്ന് പറഞ്ഞൊരു പടത്തിൽ എന്നെ വിളിച്ചിരുന്നു. അന്ന് പൃഥ്വിരാജിന് കുറച്ച് ഡേറ്റ്സ് ഫ്രീ ആയി. അപ്പൊ പെട്ടെന്ന് പ്രീപോൺ ചെയ്ത്, പോസ്റ്റ്പോൺ ചെയ്യേണ്ട സാധനം പ്രീപോൺ ചെയ്തപ്പോൾ ഞാൻ ആ സമയത്ത് പോയിട്ട് ഒരു പടം ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു തട്ടിക്കൂട്ട് പടമായിരുന്നു. ഞാൻ ആകെ ധർമ്മസങ്കടത്തിലായി. സാറിൻ്റെ അടുത്ത് പറഞ്ഞു, അറിയാലോ സെല്ലോയുടെ ഒരുപാട് അവാർഡ്സ്. എൻ്റെ സുഹൃത്ത് തന്നെയാണ് ആ വേഷം ചെയ്തത്. ഇപ്പോഴും ഒരു വേഷമുണ്ടല്ലേ? അതെപ്പോഴും ഉണ്ടാവില്ല, നമുക്ക് കയ്യിലിങ്ങനെ നിന്നിട്ട് വെറുതെ. അപ്പോൾ അതിനുശേഷം സ്വപ്നസഞ്ചാരി എന്ന് പറഞ്ഞ പടത്തിൽ വിളിച്ചു. ആ സമയത്ത് ഇതുപോലെ നമ്മൾ ആദ്യം വരുന്നത് കയറിയേക്കുമല്ലോ. ഭാവിയെ കുറിച്ച് എന്താണെന്നൊന്നും അറിയില്ല. നമ്മൾ ഈ റോക്കറ്റ് കത്തിച്ചു വിട്ടേക്കണ പോലെ ഒരു ജീവിതമാണ്. എവിടെ പോവും. പണ്ട് ഇന്ത്യയുടെ റോക്കറ്റ് അങ്ങനെയാണല്ലോ, കത്തിച്ചു വിട്ട് തിരിച്ചു വരുമെന്ന് അറിയില്ല. ഇപ്പൊ ലക്ഷ്യസ്ഥാനത്ത് എത്താറുണ്ട്. അപ്പൊ ഈ സ്പേസിലേക്ക് പോകുന്ന റോക്കറ്റ്, ഞാനും സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പോയത്. പക്ഷെ ചിലപ്പോൾ അബദ്ധങ്ങൾ പറ്റും. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി ഞാനൊരു സീനിയർ ആർട്ടിസ്റ്റിനോട് ചോദിച്ചു, ഇങ്ങനെ ആദ്യം നമ്മൾ ചെറുത് കമ്മിറ്റ് ചെയ്യും, പിന്നെ വലുത് വന്ന് എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ വലുത് കമ്മിറ്റ് ചെയ്യണം.
അപ്പൊ പഴയ ആൾക്കാർ അത് അവരെ മറന്നേക്കണം. ശരിയാണ്, ചേട്ടൻ ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ട് സോഫ്റ്റ് ഒന്നല്ലേ, അതൊക്കെ പ്രാക്കത്തും. അപ്പൊ പിന്നെ അവർ വിളിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു ചോദിച്ചു. അപ്പൊ ഈ സീനിയർ ആയിട്ടുള്ള ആക്ടർ പറഞ്ഞ് അവർ വിളിക്കും ഫോൺ കട്ട് ചെയ്ത് ഇടണം, ഓഫ് ചെയ്ത് ഇടണം. അപ്പൊ അതെനിക്ക് ഒരിക്കലും ദഹിക്കുന്നില്ല. ഞാൻ അങ്ങനെ പെട്ടെന്ന് വന്ന ആളൊന്നുമല്ലോ, സാവധാനം വന്നാണ്. അതുകൊണ്ട് ശരി ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഗുണവും തെറ്റ് ചെയ്താൽ ചെയ്ത ഗുണമൊക്കെ അനുഭവിച്ചു വന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് എത്തിക്സ് വിട്ട് കളിക്കാൻ പറ്റില്ല. അപ്പം സാവധാനമാണെങ്കിലും ഇങ്ങനെയൊക്കെ പോയാൽ മതി. ഒരാളുടെ ശാപം കിട്ടിയിട്ട് നമുക്ക് ജീവിക്കണം. പക്ഷേ എനിക്ക് സാവധാനം വന്നൊരു ക്യാരക്ടർ ഇപ്പോൾ വന്നത് സെൻട്രൽ ആയിട്ടുള്ള ക്യാരക്ടറാണ് യൂട്യൂബിൽ. ഇത്രയും നന്മയുള്ള ടിനി ടോം ചേട്ടന്റെ മനസ്സ് കണ്ടിട്ടായിരിക്കണം. പക്ഷെ എല്ലാ ഡയറക്ടേഴ്സും അങ്ങനെ പ്രതികരിക്കണമെന്നില്ല. ചിലർക്ക് ഈഗോ ഒക്കെ ഉള്ള ആൾക്കാർ അവൻ എന്നെ മറ്റേ പടത്തിൽ വിളിച്ചപ്പോൾ ഒന്നില്ല, രണ്ടാമത് കൊടുക്കുക അവനെ തട്ടിയേക്ക് എന്ന് പറഞ്ഞേനെ. ഇപ്പൊ അതുപോലെ തന്നെ വെള്ളിമൂങ്ങ എന്ന് പറഞ്ഞ പടം ചെയ്യുമ്പോൾ ഞാൻ എന്ന് പറയുന്ന പടത്തിലേക്ക് എന്നെ ക്ഷണിച്ചു. അപ്പൊ രഞ്ജിയേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഞാൻ താടിയൊക്കെ വളർത്തിയിട്ട് ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് കുഴപ്പമില്ല, നീ അത് തന്നെ ചെയ്തോ, നമുക്ക് ഇനിയുണ്ടല്ലോ പടം. അപ്പൊ ഉടനെ തന്നെ ലോകത്തിൽ എനിക്ക് കിട്ടി. ഇപ്പം ഇത് രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ, ഒന്നുകൂടില്ലേ? പിന്നെ അയാൾ ഞാനല്ലാന്ന് പറഞ്ഞ ഫഹദിനോടൊപ്പം, അത് നേരെ വിനീത് കുമാർ, നമ്മുടെ വിനീത് കുമാറിന്റെ ഫസ്റ്റ് ഫിലിം. വിനീത് കുമാർ എന്ന് പറയുമ്പോൾ തന്നെ പൂച്ചക്കണ്ണൻ എന്ന് പറയും. പൂച്ചക്കണ്ണൻ സുന്ദരൻ. അതെ അതെ, ഒന്ന് ഒരു ഹായ് പറഞ്ഞേ എന്റെ സൈഡിൽ. എന്ത് പറഞ്ഞു ഇപ്പൊ ഒരു കുഴപ്പമൊന്നുമില്ല. അവനോട് കുറെ പേര് ആയി പറയാറുണ്ട്, പ്രശ്നമൊന്നുമില്ല. അപ്പൊ വിനീതിന്റെ ആദ്യത്തെ ഒരു പ്രോജക്റ്റിൽ നമ്മളെ കാസ്റ്റ് ചെയ്തു. അത് നെഗറ്റീവ് ആയിട്ടുള്ള ഷെയ്ഡാണ്, ഭയങ്കര വില്ലനാണ്. അപ്പൊ ഈ മാറി ഭീകരനല്ലേ? അതെ, അപ്പൊ മാറിയും മറിഞ്ഞും ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് എനിക്ക് കിട്ടുന്നത്. സത്യത്തിൽ ശരിക്കുള്ള ടിനി ടോം ചേട്ടന്റെ മുഖത്ത് നിന്നും എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ട് സത്യത്തിൽ ചേട്ടൻ ഭീകരനാണോ അതോ നിഷ്കളങ്കനാണോ? അത് ചെറിയാൻ കൽപ്പവാടി എന്ന് പറഞ്ഞ റൈറ്റർ തന്നെ ഞാൻ ആദ്യം അതുമായിട്ട്. അപ്പൊ ഈ പ്രാഞ്ചേട്ടനും ചെയ്തിട്ടില്ല. അതിന് മുമ്പ് എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, ഇയാളുടെ രൂപവും കണ്ണൊക്കെ കണ്ട ഒരു വില്ലന്റെ രൂപം ചെയ്യുന്ന തൊഴിലാണെങ്കിൽ തമാശയും, ഇത് എങ്ങനെ സിംഗാവ് വിടും, എന്ത് റോള് തനിക്കാൻ തരും എന്നുള്ള രീതി ചോദിച്ചിട്ടുണ്ട്. സത്യം അത് കറക്റ്റാണത്. ആക്ച്വലി സത്യം പറഞ്ഞാൽ തമാശക്ക് പറ്റിയ, പെട്ടെന്ന് നമ്മൾ ചേട്ടനെ കണ്ടാൽ ചേട്ടൻ ഒരു തമാശക്കാരനാണെന്ന് പറയത്തില്ല. തമാശക്കാരനെന്ന് മാത്രമല്ല, ചിലരൊരു ജാടയെന്നൊക്കെ പറയും, നമ്മുടെ ഉള്ളിലൊന്നുമില്ല. പക്ഷെ ഞാൻ കണ്ട് ഇങ്ങനെ കാണിക്കാൻ പറ്റില്ല എനിക്ക്. എൻ്റെ രൂപം അങ്ങനെയാണ്. എൻ്റെ അപ്പനമ്മയുടെ മേക്കിംഗ് ഡിഫക്റ്റ് ആയിരിക്കും ചിലപ്പോൾ. പക്ഷെ നമ്മൾ അങ്ങനെയുള്ളൊരു രൂപത്തിലുള്ള ഒരാളാണ്. പിന്നെ എനിക്ക് ഫേക്ക് ആവാൻ പറ്റില്ല. ചേട്ടന്റെ ഉള്ളിലെ തമാശക്കാരനെ ചേട്ടൻ എന്നാണ് തിരിച്ചറിഞ്ഞത്? എന്ത് ഉള്ളി വെച്ച് സംസാരിക്കണോ എന്നാ തിരിച്ചറിഞ്ഞു, ജനിച്ചന്നൂര് അറിഞ്ഞു. അന്ന് മുതൽ തമാശയാണ്. ഓർമ്മ വെച്ച കാലം മുതൽ ആന്റിമാരെയും അപ്പനും അമ്മ എല്ലാവരും അനുകരിക്കാറുണ്ടായിരുന്നു. അതെയോ? ഈ വീട്ടിൽ ഞാന് പണ്ട്, ഇത് സത്യമായിട്ടുള്ള കാര്യം കേട്ടോ, പണ്ട് എനിക്ക് മിമിക്രി ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. പക്ഷെ എൻ്റെ ഈ സ്ത്രീ ശബ്ദം കാരണം അങ്ങോട്ട് ശരിയാവുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ മാളച്ചേട്ടനെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പിന്നെ വീട്ടിൽ അടിയായി. എന്നോട് പറഞ്ഞു, ഇനി മേല. എൻ്റെ സൗണ്ടേ മാറിപ്പോയി, എനിക്ക് എൻ്റെ ഐഡന്റിറ്റി അങ്ങ് അല്ലേ. ഈ വേറെ ആരും കിട്ടിയില്ല അനുകരിക്കും. മാളച്ചേട്ടൻ ചെറുതായിട്ട് കണ്ടല്ല, ഒരു പെൺകുട്ടി എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ. എനിക്ക് എന്തുകൊണ്ട് മാളച്ചേട്ടനെ, മാമുക്കോയ ചേട്ടനെ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അവരൊക്കെ ഭയങ്കര ജീവനുള്ള കഥാപാത്രങ്ങളാണ്. പപ്പുവേട്ടനെ പോലെയൊക്കെ എപ്പോൾ ഏത് ജനറേഷൻ എടുത്ത് നോക്കിയാലും അതുപോലെ പെർഫോം ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ഇല്ല. സത്യം. അല്ല, അപ്പൊ ചേട്ടൻ ഈ വീട്ടില് പ്രാക്ടീസ് ഒക്കെ ചെയ്യാറുണ്ടായിരുന്നോ? അപ്പൊ ഈ വീട്ടില് ശല്യമാവുക, പ്രാക്ടീസ് എന്നൊക്കെ പറഞ്ഞ കഥകളി, അങ്ങനെയുള്ള ഭരതനാട്യം, അതുപോലെ പിന്നെ എങ്ങനെ ഒരു സൗണ്ട് എടുക്കും എന്ന് നമ്മൾ തിരിച്ചറിയുന്നു, എടുക്കാൻ പറ്റും? അത് ബാത്റൂമിൽ പോയിരിക്കുമ്പോൾ അറിയാൻ പറ്റും. കുളിമുറിയിൽ നമ്മൾ അടച്ചിട്ട്. കാരണം ഇത് പ്രാന്താന്ന് വിചാരിക്കും ആദ്യം. ഒരാൾ വേറെ ആളെ പോലെ എന്ന് പറഞ്ഞാൽ മോക്കിംഗ് എന്നാണ് എൻ്റെ അർത്ഥം. അങ്ങനെ ആവുന്നത് തന്നെ ഏറ്റവും വലിയൊരു തെറ്റാണ്. കാരണം നമ്മൾ വേറെ ആളെ പോലെ ആകാൻ ശ്രമിക്കുന്നത് തെറ്റാണ്. പക്ഷെ അതൊരു കലാപരിപാടിയാക്കി മാറ്റി നമ്മുടെ സീനിയേഴ്സ്. അത് ജനങ്ങൾ ആസ്വദിക്കാൻ തുടങ്ങി. ഇപ്പോഴും സിനിമയിൽ നമ്മൾ ആരെങ്കിലും അനുകരിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ അംഗീകരിക്കില്ല. ഇതൊരു എന്റർടൈൻമെന്റ്, ഒരു തമാശയുടെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഓക്കെ. ഞാൻ മമ്മൂക്കേനെ അനുകരിക്കും, സുരേഷ് ഗോപിനെ അനുകരിക്കുന്നു വിചാരിച്ച് സ്ക്രീനിൽ ഫിലിമിൽ വരുമ്പോൾ ഞാൻ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവന് വേറെ പണിയില്ലെന്ന് ചോദിക്കും. സത്യമാണ് അല്ലേ? അല്ല, ചേട്ടൻ എപ്പോഴെങ്കിലും ഈ റിയൽ ലൈഫിൽ അനുകരിച്ച് ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ ഈ ഫോണിൽ കൂടെ? കാരണം ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ അമ്മയായിട്ടൊക്കെ അനുകരിച്ചിട്ട് സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പൊ അതുപോലെ എന്തെങ്കിലും? ഞാൻ ഈ പുറത്ത് ഷോന് പോകുമ്പോൾ ചില ആൾക്കാർ മമ്മൂട്ടിയുടെ പോലെ സംസാരിക്കും. ആദ്യം 2-3 പ്രാവശ്യം ചെയ്തു. ഞാൻ പിന്നെ ഓർത്ത്, ഞാനിത് ആർക്ക് വേണ്ടിയാണ് ഈ തല വെച്ച് കൊടുക്കുന്നത്? നമ്മളിതൊരു ആളെ സന്തോഷിപ്പിക്കാൻ, പറ്റിക്കാൻ വേണ്ടിയല്ല ചെയ്യുന്നത്, സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ അത് എനിക്ക് ഇതിനോട് താല്പര്യമില്ല. ചിലർ വന്നിട്ട് പറയും, ഒന്ന് ജയറാമിന്റെ പോലെ സംസാരിക്കും, മമ്മൂട്ടിയുടെ പോലെ സംസാരിക്കും. ഇവർക്ക് ഇതുകൊണ്ട് എന്താ കിട്ടുന്നത് എനിക്ക് മനസ്സിലാവും. പിന്നെ പേടിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. ഇപ്പൊ ഈ നമ്മുടെ അൻസിബേനൊക്കെ വിളിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നത്. വിശ്വാസം അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻക്വയറി, എന്റെ നായകന്റെ ഇഷ്യൂ ഒക്കെ അറിയാലോ. അപ്പൊ ഞാനും വേറെ സുഹൃത്തും കൂടി വിളിച്ചിട്ട്, അപ്പൊ ഞാൻ ഇങ്ങനെ വിളിച്ചു ചോദിച്ചു. അപ്പൊ അവളൊന്ന് കിടുങ്ങി.
അങ്ങനെ തമാശക്ക് ചെയ്യുന്നത് എന്നിട്ട് അപ്പൊ തന്നെ റിവീൽ ചെയ്യല്ല, അത് നമ്മൾ അങ്ങനെ പറ്റിക്കില്ല. ചേട്ടൻ ഭയങ്കര മിടുക്കനാണ് പഠിക്കാൻ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. LKG UKG ഒറ്റയടിക്ക് തീർത്ത് ഡയറക്റ്റ് 1ാം ക്ലാസ്സിലോട്ട് ചാടിയ ആളാണ്. ഇതെങ്ങനെ അറിഞ്ഞത്? ഞാൻ അറിഞ്ഞു. എനിക്ക് ഡബിൾ പ്രൊമോഷൻ കിട്ടിയതാ. അതുപോലെ തന്നെ നീളം കാരണമാണോ അതോ പഠിത്തം കാരണമാണോ? അന്ന് നീളമല്ല, പേരിൽ തന്നെ കണ്ടില്ലേ, ടൈനി എന്നാണ് എനിക്ക് ഇട്ടത്. TINY എന്നാണ് എന്റെ ആന്റി ഇട്ടത്. അങ്ങനെ എല്ലാരും ജനിക്കുമ്പോ ചെറുതായിരിക്കുമല്ലോ. നന്ദിനി അങ്ങനല്ലേ? ഞാൻ അങ്ങനെ ആയിരുന്നു. അല്ല, ഇപ്പഴും ചെറുതാണല്ലോ. ഞാൻ വളർന്നില്ലാതേ ഉള്ളൂ. അപ്പോ എനിക്ക് അങ്ങനെ ഒരു പേരിട്ടത്. പക്ഷെ ഈ മുള പോലെ നീളം വെക്കുന്നുള്ള അറിയില്ല. അപ്പം സ്വന്തമായിട്ട് ടിനി ആക്കിയതാണ്. ടിനിയാക്കി, ടിനി ടോം എന്ന് പ്രൊനൗൺസ് ചെയ്യുന്നു. ശരിക്കും അത് സ്പെല്ല് ചെയ്യുന്നത് TINY ആണ്. അപ്പോ അങ്ങനെ പേരിട്ട് അങ്ങനെ നിർമ്മിച്ചു. അപ്പോൾ ഡബിൾ പ്രൊമോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു പക്ഷേ അറിയാൻ പാടില്ല, കുറച്ച് ബുദ്ധി ഉള്ളതുകൊണ്ടായിരിക്കും ഇപ്പോഴും ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. അല്ല, പിന്നെ ഒറ്റ ക്ലാസ് ഞാൻ ഫെയിൽ ആയിട്ടില്ല. കള്ളം പറയരുത്. സത്യമായിട്ടും ഇല്ല, ഫെയിൽ ആയിട്ടുണ്ട്. ഞാൻ പ്രൂവ് ചെയ്യും. ഞാൻ എവിടെയാണ്? ഇല്ലേ, നമ്മുടെ ലോയുടെ കുറച്ച് പേപ്പേഴ്സ് ബാക്കിയില്ലേ? അത് എഴുതാത്തതാണ്. എഴുതി കഴിഞ്ഞാൽ ഞാൻ ജയിക്കും. എഴുതി കഴിഞ്ഞാൽ ജയിക്കും. സെക്കൻഡ് ഇയർ ജയിച്ചിരിക്കുകയാണ്. ഫൈനൽ ഇയർ 6 പേപ്പറല്ലേ ഉള്ളൂ. 5 പേപ്പറുള്ളൂ. ഒരു പേപ്പർ എഴുതിയിട്ടുണ്ട്. ഇന്ന് ഞാൻ ഒരു പരീക്ഷ ഇടും. ഉറപ്പായിട്ട് ഞാൻ ഇടും. അപ്പൊ നമുക്ക് നോക്കാം ചേട്ടൻ ജയിക്കുമോ ഇല്ലയോ എന്ന്. മാർക്കൊക്കെ ഇടുന്നത് കേട്ടോ. അപ്പൊ ചേട്ടന് പേടിയൊന്നുമില്ലല്ലോ? പേടിയൊന്നുമില്ല. എന്തിനാ പേടി? ആരെ പേടി? നമ്മൾ തെറ്റിയുമ്പോഴാണ് ഇപ്പൊ എന്നെ കണ്ടിട്ട് പേടിയൊന്നും തോന്നില്ല. അല്ല, നമ്മുടെ ഋഷിരാജ് സിംഗ് പറഞ്ഞേ, അതായത് നമ്മൾ ജീവിതത്തിൽ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിനെ പോലും പേടിക്കണ്ട. നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ ചോദ്യങ്ങളെ അതൊട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. എന്തിനാ പേടിക്കണേ? ചേട്ടന് അഹങ്കാരമാണ്. ചേട്ടൻ ഇത്രയും നീളമുണ്ട്, ഞാൻ ഇത്രേ ഉള്ളൂ എന്നുള്ളതിന്റെ അഹങ്കാരം മാത്രമാണ് ചേട്ടൻ എന്നെ ഇങ്ങനെ കൊച്ചാക്കി പറഞ്ഞല്ലേ ചേട്ടാ? അല്ലേ? പക്ഷെ ഞാൻ ഇപ്പൊ ചോദിക്കുന്നില്ല. ഞാൻ ചോദിക്കുന്നതിന് പകരം വേറൊരാൾ ഇവിടെ ചേട്ടന് വേണ്ടിയിട്ട് ചോദ്യം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്റെ ചോദ്യശരങ്ങൾ ഇപ്പൊ നമ്മളൊന്ന് വാമപ്പ് ചെയ്തെടുക്കാം. ഓക്കെ. ഹായ് ടിനി, ആസ് യൂഷ്വൽ എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനും ടിനിയും തമ്മിലുള്ള ഒരു സൗഹൃദ ബന്ധം ഒരു വളരെ ചെറുപ്പത്തിലുള്ള, അവൻ 8ാം ക്ലാസ്സിലാണ് തോന്നുന്നു, ഞാൻ സീനിയറാണ്. അന്ന് മുതലുള്ള ഒരു സുഹൃത്ത് ബന്ധമാണ്. പിന്നെ ഇപ്പോഴും നല്ല രീതിയിൽ നല്ല ഇതിൽ പോയിക്കൊണ്ടിരിക്കുന്നു. എപ്പോഴും ഞങ്ങൾ കൂടുതൽ വിളിക്കാറില്ല, ബിക്കോസ് പുള്ളിയുടെ തിരക്കും എൻ്റെ തിരക്കും. എന്നാലും മാസത്തിൽ ഒരിക്കലും പ്രാവശ്യമെങ്കിലും വിളിക്കാതിരിക്കില്ല. പിന്നെ പുതിയ പ്രൊജക്റ്റിൽ കഴിഞ്ഞതെല്ലാം പുള്ളി എന്നെ വിളിച്ച് പറയാറുണ്ട്. അങ്ങനെ പോകുന്നു. എനിക്ക് ടിനിയോട് ചോദിക്കാനല്ല, ഒരു സംഭവം പറയാനാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. അതായത് പണ്ട് നമ്മൾ ടിനിയുടെയും വേറൊരു സുഹൃത്തിൻ്റെ പാസ്പോർട്ട് വാങ്ങിക്കാനായിട്ട് രാത്രി ഒരു കൊട്ടേഷനും ഒരു കഥയുണ്ട്, അത് പറഞ്ഞോളൂ. ടിനി ടോം ചേട്ടന്റെ മുഖത്തെ പ്രസാദം എനിക്ക് കണ്ടാൽ മനസ്സിലാകും. ആ ചോദ്യത്തിൽ എന്തൊക്കെയോ ദുരൂഹതകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. പക്ഷെ അതിനു മുമ്പായിട്ട് ഈ ചേട്ടനെ, നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, ക്ലോസസ്റ്റ് ഫ്രണ്ട് അല്ലേ, ചേട്ടനെ ഒന്ന് പരിചയപ്പെടുത്തണ്ടേ നമ്മുടെ വ്യൂവേഴ്സിന്? പുള്ളിയുടെ അനിയനായിരുന്നു എന്റെ ക്ലാസ്മേറ്റ് ടോണി എന്ന് പറഞ്ഞിട്ട്. ഇദ്ദേഹം എന്റെ സീനിയർ എന്ന് പറഞ്ഞല്ലേ. പക്ഷെ അങ്ങനെയുള്ളൊരു വ്യത്യാസമൊന്നും, പ്രായ വ്യത്യാസമൊന്നും വെച്ചിട്ടല്ല നമ്മൾ പെരുമാറുന്നത്. സുഹൃത്തുക്കളെ പോലെ തന്നെയാണ്. പോൾസൺ എന്നാണ് പേര് അദ്ദേഹത്തിന്റെ. എറണാകുളത്ത് ഒരു വലിയ ബിസിനസ്മാനാണ്. അപ്പോ വളരെ തടിയുമായി അടുത്ത ബന്ധമുള്ള ഒരു ബിസിനസ്മാൻ അല്ലേ? ടിംബർ കുറെ ബിസിനസ് ഉണ്ട് പുള്ളിക്ക്. എന്തൊക്കെയാണെന്നുള്ള എനിക്ക് കൃത്യമായിട്ട് ഇപ്പോഴും അറിയില്ല. ആവശ്യമുള്ളപ്പോ എന്ത് ചെലവ് വേണമെങ്കിൽ ചെയ്തു തരും. അതുകൊണ്ട് ഞാൻ കൂടുതൽ അന്വേഷിക്കാറില്ല. അപ്പൊ ഈ ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ പുള്ളി ബിസിനസ്സാണ്. അപ്പൊ ഞാൻ മഹാരാജാസ് കോളേജിൽ പഠിച്ചത്. അപ്പൊ ഈ ബ്രേക്ക് ടൈമിൽ ഞാൻ അങ്ങോട്ട് സൗത്തിൽ പോകും. ഏറ്റവും നല്ലൊരു ഹാർട്ട് ഓഫ് ദ സിറ്റി ആയിരുന്നു സൗത്ത്. ഇപ്പോഴും അങ്ങനെ തന്നെ, എറണാകുളം സൗത്ത്. അപ്പോൾ അദ്ദേഹത്തിന് ഷോപ്പുണ്ട്, ഒരു ഷൂ മേക്കർ എന്ന് പറഞ്ഞ്. അവിടെ ഞാൻ നിൽക്കും, അതായത് ജോലിക്ക് നിൽക്കും. ഷൂ കൊടുക്കുക, ബാഗ് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാരും കഥാപാത്രങ്ങളൊക്കെ കണ്ടുപിടിച്ചത് അവിടെ നിന്നാണ്. അത് എനിക്ക് ശമ്പളം തരും. വൈകിട്ട് പൊറോട്ടയും കുറുമ അല്ലെങ്കിൽ ബീഫ് എല്ലാം മേടിച്ചു തരും. വിശക്കുമ്പോൾ അപ്പോൾ ഭക്ഷണം കിട്ടും. പിന്നെ ഷൂസ് വേണമെന്ന് തോന്നും, ഏത് ബ്രാൻഡഡ് ഷൂ എനിക്ക് കിട്ടും. ഇപ്പൊ അവിടെ നിന്ന് മാറ്റി പുള്ളിനെ. അതുകൊണ്ട് വേറെ സ്ഥലത്ത് ഇത്രയും കൂടി ഉയർന്ന പദവി കൊടുത്തു. കാരണം ആ കട ഏതാണ്ട് പൂട്ടാറായപ്പോഴാണ് ഇതൊരു ചേട്ടനെ സുഹൃത്ത് ബന്ധം വളരെ ഇതായിട്ട് സൂക്ഷിക്കുന്ന ആളാണ്. അപ്പൊ തന്നെ അതുപോലെ തന്നെ ഒരുപാട് നമ്മൾ ജീവിതത്തിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. യാത്രകളും ഇതുപോലെ തന്നെ കുറെ ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. ഇപ്പൊ അധികം പേരില്ല, പക്ഷെ ആ സമയത്ത് കുറേയല്ല. അപ്പൊ ഈ കൊട്ടേഷനിലേക്ക് ഞാൻ തന്നെ കൊട്ടേഷൻ ഉള്ള പിള്ളേരൊന്നുമല്ല കേട്ടോ. എല്ലാം നല്ല ആ കൊട്ടേഷൻ എന്നല്ല പറയണത്. എല്ലാവരും കലാകാരന്മാരാണ്. ഇവര് ഒരു ബാൻഡ് മെമ്പറാണ്. പുള്ളി ഡ്രമ്മറാണ്.
അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഇവിടെ 2B3C എന്ന് പറഞ്ഞൊരു വെസ്റ്റേൺ ബാൻഡിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അങ്ങനെ കുറേ, പിന്നെ ജോർജ് പീറ്റർ 13AD എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഇവർ രണ്ടും ഒരു ടീമാണ്. അപ്പം നമ്മളെല്ലാം പ്രൊമോട്ടേഴ്സാണ്, നമ്മൾ പാടും, നമ്മൾ ഒരുമിച്ച് അങ്ങനത്തെ ഗ്രൂപ്പാണ്. പക്ഷെ എനിക്കൊരു ആവശ്യം വന്നു, അതായത് ഒരു ജർമ്മനിയിലേക്ക് പോകാനുള്ളൊരു ചാൻസ് വന്നപ്പോൾ KS പ്രസാദ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഞാനുള്ളത്. KS പ്രസാദും സൈനുദ്ദീനും, മരിച്ചുപോയ അദ്ദേഹം. അപ്പോൾ സൈനുദ്ദീൻ്റെ ട്രൂപ്പിലാണ് ഞാൻ. അപ്പോൾ ഞാൻ ശരിക്കും ഇവരുടെ ഇടയിൽ ഒരു ഭാര്യയുടെ പോലെയാണ്. അതെങ്ങനെയാന്ന് പറഞ്ഞാൽ KS പ്രസാദിന് എന്നെ ഭയങ്കര ഇഷ്ടമാണ്, വേറെ ഒന്നും തെറ്റിദ്ധരിക്കണ്ടല്ലോ, ഞാൻ ചിന്തിച്ചിട്ടില്ല. അപ്പൊ സൈനുദ്ദീൻ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ KS പ്രസാദ് എന്നെ ജർമ്മനിക്ക് കൊണ്ടുപോകാൻ പോകുന്നു, സൈനുദ്ദീൻ എന്നെ വിടില്ല, സൈനുക്ക് വിടില്ല. പാസ്പോർട്ട് പുള്ളിയുടെ കയ്യിലിരിക്കുന്നത്. പുള്ളി എന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞ് കുറെ നാളെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത്, ഞാൻ കൊണ്ടുപോയാ പുള്ളി അങ്ങനെ സംസാരിക്കാം. എവിടെ ജർമ്മനിയാണ്, നിനക്ക് എവിടെ പോകണം, നമുക്ക് അടുത്താഴ്ച അമേരിക്ക പോയില്ല, ഇങ്ങനെ പറഞ്ഞ് കൊതിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസങ്ങൾ. തന്നില്ല, കൊണ്ടുപോകുന്നില്ല. അങ്ങനെ യഥാർത്ഥത്തിൽ പോകാനുള്ള ചാൻസ് ഇല്ല. പാസ്പോർട്ട് തന്നില്ല. പാസ്പോർട്ട് പിടിച്ച് കഴിഞ്ഞോട്ടെ കുഴപ്പമില്ലാന്ന് പറഞ്ഞ് പുള്ളി സ്നേഹത്തിലാണ് പറഞ്ഞത്, തന്നില്ല. ലാസ്റ്റ് എനിക്ക് പാസ്പോർട്ട് വേണം ഇക്കാന്ന് പറഞ്ഞിട്ടും തന്നില്ല. ലാസ്റ്റ് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ എൻ്റെ ഈ കലാകാരന്മാരായ സുഹൃത്തുക്കളെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഈ വെസ്റ്റേൺ ബാൻഡ് ടീമിനെ കണ്ടല്ലേ, പെട്ടെന്ന് കൊട്ടേഷൻ ടീമാക്കാം. അന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഇവര് രണ്ട് രീതിയിൽ ഉപകരിക്കും. പെട്ടെന്ന് മുടിയൊക്കെ ഇങ്ങനെയുള്ളത് വേറെ കെട്ടി വേറെ സ്റ്റൈലിലാക്കിയിരുന്നെങ്കിൽ ഈ ലുക്ക് ഉണ്ടാവും. അപ്പൊ ഇവരെ കൂടി ഗിറ്റാറിസ്റ്റൊക്കെയാണ് വന്നേക്കുന്നത്, ബേസ് ഗിറ്റാറിസ്റ്റ്. ഇവരൊക്കെ കൂടി സൈനുക്കയുടെ വീട്ടിൽ പോയിട്ട് പാസ്പോർട്ട് മേടിച്ചിരുന്നത്. ഭീഷണിപ്പെടുത്തിയാണോ അതോ കുറച്ച് ഭീഷണിയൊക്കെ വേണ്ടി വന്നു, കാരണം ഇത് തരണ്ടേ. അപ്പൊ ഈ മര രൂപം കണ്ടു കഴിഞ്ഞാൽ പേടിച്ചു പോകും. വാതുറക്കരുത്, വാതുറഞ്ഞാൽ ഈ കൊച്ചി ഭാഷയൊക്കെ ഞങ്ങാ ഇവിടെ വാതുറക്കരുത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഡ്രമ്മറുണ്ട്, ഗിറ്റാറിസ്റ്റ് ഉണ്ട്, ഇവരുണ്ട്. എല്ലാവരും ലുക്ക് ഇരുട്ടത്ത് നിർത്തി കഴിഞ്ഞാൽ ഭയങ്കര ലുക്കാണ്. വർത്താനം പറയരുത്, വർത്താനം പറഞ്ഞാൽ പോയി. അപ്പം മിണ്ടരുത്. എന്നിട്ട് ഇവരെ നിർത്തി. എന്നിട്ട് പോൾസനാണ് ചോദിച്ചത്. പോൾസന് അത്യാവശ്യം ബിസിനസ് ഒക്കെ ചെയ്യാൻ അറിയാവുന്നതുകൊണ്ട് സംസാരിച്ചു. അല്ല, അത് കഴിഞ്ഞിട്ട് സൈനുദ്ദീനിക്കാൻ വന്നിട്ട് ചോദിച്ചില്ലേ, എന്നാലും ടിനി നീ എന്നോട് ഇത് ചെയ്തല്ലോ? അത് ചിലപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ ചോദിക്കും പുള്ളി. അത് കഴിഞ്ഞ് പിന്നെ കണ്ടില്ലേ? പിന്നെ അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ പിന്നെ സഹകരിക്കാറുണ്ടായിരുന്നു. പക്ഷെ തൽക്കാലത്തൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അവസാനം പാസ്പോർട്ട് മേടിച്ച് ജർമ്മനിക്ക് പോയി. ചെറിയൊരു ഭീകരനാണ്, കുഞ്ഞു ഭീകരനാണ്. കാര്യങ്ങൾ നടക്കാൻ നമ്മൾ ഭീകരനാവും. അത് ശരിയാണ് കേട്ടോ, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ടിനിച്ചേട്ടൻ തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇത് എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. ഇപ്പൊ ടിനിച്ചേട്ടൻ പറഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് തന്നെ ഞാൻ അറിയുന്നത്. 3 തരം മിമിക്രി ഉണ്ട്. അതെയോ? 3 തരം മിമിക്രിയോ? എന്താണ്? മറ്റേ അല്ല 3 തരം പെർഫോമൻസസോ? ഞാൻ കശുവണ്ടി തൊലി പൊളിച്ചത് കുറഞ്ഞ അങ്ങനെ ഓരോ തരത്തില് റേഡിയോയിൽ കേൾക്കാറുണ്ട്. ടിനിച്ചേട്ടൻ എന്നോട് നേരത്തെ ഒരു ചോദ്യം ചോദിക്കാൻ പറഞ്ഞിരുന്നു, പക്ഷെ ഞാനത് ചോദിച്ചു വന്നപ്പോഴത്തേക്കും വേറെന്തൊക്കെയോ ആയിപ്പോയോ. 3 തരത്തിലുള്ള തമാശകൾ, 3 മേഖലകൾ. 3 തരത്തിലുള്ളതെന്ന് പറഞ്ഞാല് ഈ പ്ലാറ്റ്ഫോം മാറുന്തോറും വ്യത്യാസങ്ങൾ വരും. അതായത് വളരെ കൃത്യമായിട്ട് ചോദിച്ചതിന് ആദ്യം താങ്ക്സ് പറയണ്ട, പറഞ്ഞു പഠിപ്പിച്ചതുപോലെ തന്നെ ചോദിച്ചു. ഇന്ന് ഒരു പരീക്ഷ ജയിക്കില്ല. അതായത് സ്റ്റേജിൽ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ ഉള്ളൊരു കോമഡി എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതൽ നമ്മൾ പെർഫോം ചെയ്യേണ്ടി വരും. മിനി സ്ക്രീനിൽ കുറച്ചും കൂടി കുറക്കണം. ബിഗ് സ്ക്രീനിലേക്ക് വരുമ്പോഴേക്കും ലൈവായിരിക്കും. അതാണ് ഉദ്ദേശിച്ചത്. അല്ല, ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. പല തമാശക്കാർക്കും നേരിടേണ്ടി വരുന്ന ഒരു ചോദ്യമാണിത് പല സ്ഥലങ്ങളിലും പോകുമ്പോൾ. കാരണം ആൾക്കാർക്ക് അങ്ങനെ അറിയത്തില്ലല്ലോ. അവർക്ക് നിങ്ങളോടുള്ള ആരാധന മുഖത്ത് ടിനിച്ചേട്ടോ ഒരു തമാശ പറയൂ അങ്ങനെ ഒന്ന് പറഞ്ഞിട്ടുണ്ടോ? പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ വന്നിട്ട് ഒരു തമാശ പറയുമെന്ന് ഔട്ട് ഓഫ് ദി ബ്ലൂ വന്ന് ചോദിക്കാറുണ്ട്. അതൊക്കെ എത്ര തവണ ഉണ്ടാക്കണം. അത് നമ്മൾ ഇപ്പം അമേരിക്കയിലൊക്കെ ഷോന് പോകുമ്പോൾ ശനിയാഴ്ച ഞായറാഴ്ച മാത്രമാണ് നമുക്ക് ഷോ ഉണ്ടാകുന്നത്, വീക്കെൻഡ്സിൽ. ബാക്കിയുള്ള ദിവസം എന്ന് പറഞ്ഞാൽ ആരുങ്ങളുടെയും കാല് പിടിച്ച് അവരുടെ വണ്ടി മേടിച്ച് കറങ്ങാൻ പോകണം. അപ്പൊ ചില അച്ചായന്മാർ 2 എണ്ണം അടിച്ച് കഴിയുമ്പോൾ അതിനിട്ട് വളി പഠിച്ചേ കേക്കട്ടെ. അപ്പൊ അവരോട് എന്താ പറയാ? തൽക്കാലം അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പിടിച്ചിട്ടുണ്ടേ. അപ്പൊ ഒരു കോമഡി ഉണ്ട് കേട്ടാന്നൊക്കെ പറഞ്ഞ് സ്ഥിരം പറയുന്ന കോമഡി പറയും. സ്ഥിരം പറ അങ്ങനെ ഒരുപാട് കോമഡികൾ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ ഇത് തന്നെ ഏറ്റവും വലിയ കോമഡി. എന്നിട്ട് ഈ അച്ചായൻ 2 എണ്ണം കൂടി അടിച്ചു കഴിയുമ്പോൾ ഇനി മറ്റേ അവിടെ പോയൊരു കോമഡി ഉണ്ടല്ലോ അതൊന്ന് പറഞ്ഞേ, അവിടെ പോയൊരു തമാശ. പിന്നെ പുള്ളിയുടെ ഒരു കവിതയും കേൾക്കേണ്ടി വരും. ഈ അടുത്തൊരു കവിത കേട്ടതെന്ന് പറഞ്ഞാല് പുള്ളിയുടെ വൈഫിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ കുറച്ച് പേരൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ആരാന്ന് ഞാൻ പറയില്ല. അപ്പൊ എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുമ്പോൾ പുള്ളി ഞാൻ ഒരുപാട് കോടീശ്വരനുണ്ട്, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാ വന്നത്, വളരെ കഷ്ടപ്പെട്ടു. അപ്പോൾ കുട്ടിക്കാലത്ത് ഞാനിങ്ങനെ മഴയത്തൊക്കെ ഇങ്ങനെ ഒലിച്ചിങ്ങനെ പോകുമ്പോൾ ഇത് വേദനയാ ഓർക്കുന്നത്. ഞാൻ കോടീശ്വരനാണ്, എല്ലാവർക്കും കാശൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അന്ന് ONVയുടെ ഒരു കവിതയുണ്ട്, അതാണ് എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത്. മഴ നനഞ്ഞു പിന്നെ എന്നാ ഓർക്കുന്നുണ്ട്. ഈ കവിത ഞാൻ കേട്ടോണ്ടിരിക്കുകയും ചെയ്യണം. മഴ നനഞ്ഞു, യൂണിഫോം ഒട്ടിപ്പോയി, തകർന്നു, പിന്നെ എന്നാടി വാരിയെടുത്ത് വയ്ക്കുക. അപ്പൊ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കാണുന്ന ലൈവായിട്ടുള്ളത്. ഇത് തന്നെ പിന്നെ
എൻ്റെ ഞാനായി മാറിയാണ് ആ കവിതയിൽ. അതായത് മഴ നനഞ്ഞു വെള്ളം നനഞ്ഞു ഓടെ കൂടി നടന്നു പോയി ഇതായി പിന്നെ ഇതൊക്കെ ജീവിതത്തിൽ ഇതൊന്നും സിനിമയിൽ കണ്ടതൊന്നുമല്ല. നമ്മൾ ലൈഫിൽ ഓരോ ദിവസവും ഓരോ ഇതുപോലുള്ള ക്യാരക്ടേഴ്സിനെ കണ്ടുകൊണ്ടിരിക്കും. റീസെൻ്റ് ആയിട്ട് നടന്നിട്ടുള്ള സംഭവങ്ങളിൽ ഏറ്റവും കൂടുതൽ ചിന്തിച്ച് ഓർത്ത് ചിരിച്ച നമ്മുടെ സമകാലീന സംഭവം എന്തായിരിക്കും? ഒന്നും കാണണ്ട, നമ്മൾ BBC വെക്കുക അല്ലെങ്കിൽ CNN വെക്കുക. അവിടെ ഒബാമയ്ക്ക് ഇരുന്നിട്ട് പറയാം നെക്സ്റ്റ് 5 years അതിൻ്റെ അടുത്ത 5 വർഷത്തെ ഡെവലപ്മെന്റ്സിനെ കുറിച്ച് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. CNN വെച്ചോ അടുത്തത് UK ന്യൂസ് ആയിരിക്കും. അവിടെ എന്താ ചെയ്യാൻ പോകുന്നത്. നേരെ മലയാളം ചാനലിലേക്ക് വരുമ്പോൾ ഈ സരിത എന്ന് പറയുന്നത് നികേഷേ സരിത എന്തുകൊണ്ടാണ് ഇവിടെ. അപ്പൊ ഇതല്ല ഏറ്റവും വലിയ കോമഡി. നമ്മുടെ ഡെവലപ്മെന്റ്സ് അല്ല പറയുന്നത്. എല്ലാ ദിവസവും ഈ രാത്രി ചർച്ചകൾ കണ്ടാൽ പോരെ. അപ്പൊ മറ്റുള്ള ചാനൽ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങോട്ട് സ്വിച്ച് ഓൺ ചെയ്താൽ മതി. ഇങ്ങോട്ട് മാറുമ്പോഴേക്കും കാണുന്നതാണ് ഓരോ ഇഷ്യൂസും ഓരോ ദിവസം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കുക. അതിന്റെ ഏറ്റവും വലിയൊരു കോമഡി എന്ന് പറഞ്ഞാൽ നികേഷിനെ വെച്ച് തന്നെ ഞാൻ പറയാണ്, അദ്ദേഹത്തിന് ഒരു ദിവസം ഒരു ഇഷ്യൂസും കിട്ടിയില്ല. കാരണം ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അദ്ദേഹം അപ്പുറത്തൊരു കൊച്ചിരുന്ന് കവിത ചൊല്ലുകയാണ്. കവിത ചൊല്ലുന്നത് ഇതാണ്: അയ്യപ്പൻ്റെ അമ്മ നെയ്യപ്പൻ ചുട്ടു, കാക്ക കൊത്തി കടലിലിട്ടു. നികേഷ് വേഗം പേൻ എടുത്തിട്ട് നോട്ട് ചെയ്തു. ഉടനെ തന്നെ ഇത് നടന്ന സംഭവമാണോ? ഞാൻ നടത്തിയതാണ്. ഇങ്ങനെ ഉണ്ടാക്കിക്കൂടെ, എങ്ങനെ ഉണ്ടായി വരുന്നു എന്നുള്ളതാണ്. അപ്പൊ നികേഷ് ഉടനെ തന്നെ പേൻ എടുത്ത് നോട്ട് ചെയ്ത് എന്താ സംഭവം എന്നറിയില്ല. നോട്ട് ചെയ്ത് ഉടനെ തന്നെ സ്വിച്ച് ഓൺ ചെയ്ത് എല്ലാ ക്യാമറ റെഡിയല്ലേ, ഓക്കെ. അയ്യപ്പൻ്റെ അമ്മ നെയ്യപ്പം ചുട്ടിരിക്കുകയാണ്, കാക്ക കൊത്തി കടലിലിട്ടു. അത് അയ്യപ്പന്റെ നിവേദ്യമാണ് നെയ്യപ്പം ഒരു കാക്ക, അതേതോ കോഴിക്കോടുള്ള ഒരു കാക്കയാണെന്നാണ് പറയുന്നത്. കൊത്തി ഇതിനെക്കുറിച്ച് നമുക്ക് ഉമ്മൻചാണ്ടിയോട് ചോദിക്കാം പറഞ്ഞു. ഉമ്മൻചാണ്ടി സാറ് അത് വളരെ നികൃഷ്ടമായി പോയി, വളരെ ഭയങ്കര ദുരന്തമാണത്. ഉടനെ തന്നെ നമുക്ക് വെള്ളാപ്പള്ളി നടേശൻ സാറിനോട് ചോദിക്കാം. അത് അങ്ങനെ ചെയ്തത് വളരെ മോശമാണ്, കാരണം നിവേദ്യം എടുത്തിട്ട് കടലിൽ ഇഷ്യൂ ആയി. മനസ്സിലായി? കേരളം മൊത്തം കത്തിച്ചാമ്പലാവും. ഇതിപ്പോ ഞാൻ തമാശക്ക് പറഞ്ഞെന്നുള്ളൂ. ഇതുപോലെ തന്നെയാണ് ഓരോ ഇഷ്യൂസായി മാറുന്നത്. നമ്മൾ മാറ്റുകയാണ്. സത്യം. ചേട്ടന്റെ പേരിൽ കോൺട്രവേഴ്സീസ് ഒന്നും ഇതുവരെ അങ്ങനെ ഭീകരമായിട്ട് വന്നിട്ടില്ലേ? ഇനി ഉണ്ടാക്കാതിരുന്നത്. നമ്മൾ ആരടുത്തും പ്രശ്നത്തിനും പോകാറില്ല. പക്ഷെ ഇതുപോലെ അനുകരിക്കുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വിളിച്ചിട്ടുണ്ട്. എൻ്റെ അടുത്ത് വ്യക്തികളുടെ പേര് സഹിതമുള്ള ഞാൻ പറയുന്നത്. അറ്റ്ലസ് രാമചന്ദ്രൻ സാർ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ടിനി ടോം വളരെ മോശമായി പോയി, കാരണം എൻ്റെ 16 എത്ര ക്യാരറ്റാ ഉള്ളത് സ്വർണം? 24 ക്യാരറ്റല്ലേ? യഥാർത്ഥത്തിൽ 24 എനിക്ക് തോന്നുന്നു. അപ്പൊ എന്നെ ടിനി ടോം പറഞ്ഞു എൻ്റെ ഗോൾഡ് 24 ക്യാരറ്റ് ആണെന്ന്. എൻ്റെ ശരിക്കും 26 ആണ്. നിങ്ങൾ എന്നെ അപമാനിച്ചു. ഞാൻ പറഞ്ഞു, സാറ് ഞാനിത് തമാശയായിട്ടാണ് ചെയ്യുന്നത്. ഓരോരുത്തരെ അനുകരിക്കുന്നത് അവർ പ്രശസ്തരായതുകൊണ്ടാണ്, പ്രഗത്ഭരായതുകൊണ്ടാണ്. ആരെയും നമ്മൾ മാനസികമായിട്ട് വേദനിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ഉടനെ തന്നെ സാറിനോട് സോറി പറഞ്ഞു. ഞാൻ ജീവിതത്തിൽ സാറിന് അനുകരിക്കില്ല, വിഷമിപ്പിക്കില്ല, ഞാൻ കേസ് കൊടുക്കും എന്ന് പറഞ്ഞു. ഇത്രക്ക് നമ്മൾ ഓരോരുത്തരെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടും ജനങ്ങൾക്ക് ഇഷ്ടമായതുകൊണ്ടാണ് അനുകരിക്കുന്നത്. പക്ഷെ പിന്നീട് ഞാൻ ജീവിതത്തിൽ ഇതുവരെയായിട്ടും പിന്നെ ഞാൻ അദ്ദേഹത്തിനെ കൊണ്ടുവരുന്നത് ഇവിടെയാണ്. പിന്നീട് ഞാൻ അദ്ദേഹത്തിന് ഇഷ്ടമല്ലെങ്കിൽ നമ്മളെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് അവരെ അപമാനിക്കുന്നതല്ല, അനുകരിക്കുന്നതാണ്. ചേട്ടന്റെ പേരിൽ ആ ഒരു ഇതിന്റെ പേരിൽ കേസുകൾ എന്തെങ്കിലും ഇതുവരെ ഉണ്ടോ? അങ്ങനെയൊന്നും വന്നിട്ടില്ല. ഇപ്പൊ VS ഞാൻ ഒരു പ്രാവശ്യം ഇതുപോലെ അനുകരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സെക്രട്ടറി, അന്നത്തെ പ്രൈവറ്റ് സെക്രട്ടറി ഷാജഹാൻ എന്ന് പറഞ്ഞ സാറ് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ അദ്ദേഹത്തിന്റെ ചരിത്രം ഒന്ന് വായിച്ചു പോകും. പക്ഷെ ഞാനത് ഇത്തിരി മോശമായിട്ട് തന്നെയാണ് എൻ്റെ ടീം ചെയ്തത്. അത് ഞാൻ സോറി പറഞ്ഞു. അദ്ദേഹം എന്താണെന്ന് വായിച്ചു, മനസ്സിലാക്കി. ഇവരെല്ലാം വലിയ ആൾക്കാർ തന്നെയാണ്. പക്ഷെ നമ്മൾ കാണുക കേൾക്കുക മറന്നു കളഞ്ഞേക്കുക. ഞങ്ങൾ ചെയ്യുന്നത് അതെന്താണെന്നറിയോ, നമ്മുടെ മലയാളികൾ എസ്പെഷ്യലി വളരെ സെൻസിറ്റീവ് ആണ്. നമ്മൾ ഇതുപോലത്തെ കാര്യങ്ങളൊന്നും. പക്ഷെ ഇവിടെയൊക്കെ കുറച്ചുകൂടി സഹിഷ്ണുതയുണ്ട്. നമ്മൾ തമിഴ്നാട്ടിലേക്ക് ചെല്ലുകയാണെങ്കിൽ തലയുണ്ടാവില്ല കഴുത്തിൽ. അതെയോ? അവിടെയൊക്കെ ഭയങ്കര ഭീകരം, ഇങ്ങനെ ചെയ്യാനേ പാടില്ല. നമുക്ക് ഇത്രയും കൂടി സൗകര്യം ഗോഡ്സ് ഓൺ കൺട്രി ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇതെല്ലാം നമുക്ക് ചിരിക്കാൻ വേണ്ടി, തമാശക്ക് വേണ്ടിയാണ്. പക്ഷെ പേഴ്സണലായിട്ട് ആരും ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല. ഇത് ചെയ്തിട്ടാണ് മമ്മൂക്കിയുടെ മുമ്പിൽ ചെയ്യുമ്പോൾ എങ്ങനെയാണ് യൂഷ്വലി അദ്ദേഹം റിയാക്ട് ചെയ്യാറ്? അല്ല, ഈ മമ്മൂക്കൊക്കെ സ്പോർട്ടീവായിട്ട് എടുത്തതുകൊണ്ട് ഓക്കെ. ഞാൻ അനുകരിച്ച അദ്ദേഹത്തിന്റെ ഇതായതുകൊണ്ട് എന്നെ സിനിമയെ പിടിച്ചു കയറ്റി. പക്ഷെ അദ്ദേഹത്തിന് വൈരാഗ്യം ഉണ്ടെങ്കിൽ എന്നെ ഒതുക്കിയല്ലേ കളയുള്ളൂ. അപ്പൊ ആ ഒരു നല്ലൊരു അത് തന്നെ നല്ലൊരു മനസ്സാണ്. പിന്നെ പലരും എന്നെ പറഞ്ഞു പേടിപ്പിച്ചിട്ടുണ്ട്, മമ്മൂക്ക ഭയങ്കര പേടിക്കണം, ഇത്രയും സീരിയസ് ആണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളവർ ഭയങ്കര ശുദ്ധന്മാരായിരിക്കും. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇപ്പോൾ പൃഥ്വിരാജിനെ കുറിച്ച് ഭയങ്കര ഇതാണ്. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ള ഇത്രയും ഫേക്ക് അല്ലാത്ത സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു ഫയർ, അതായത് ഒരു ആക്ടറിലുള്ള ഫയർ, ഇതെല്ലാം ഉള്ള എല്ലാ ക്വാളിറ്റീസും ഉള്ള ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ഒരാളാണ് പൃഥ്വിരാജ്. അദ്ദേഹത്തിന് എത്രമാത്രം അപമാനിച്ചു. ഒരു ചെറിയൊരു വാക്ക് പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ഒരുപാട് ഉപദ്രവിച്ചു. ഞാനൊക്കെ ആണെങ്കിൽ ആത്മഹത്യ തന്നെ. അത്രയും കേട്ടിരുന്നെങ്കിൽ ഈ സോഷ്യൽ മീഡിയ കൂടെയും ഇതിലൂടെയൊക്കെ
അത്രയും ഉപദ്രവിച്ചു. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? നമ്മൾ ഒരു സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ നല്ല കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുക. ഒരാളെ തേച്ച് ഒരാൾ തെറ്റിയതല്ലോ, ഓക്കെ, ഇത് നിസ്സാരമായിട്ട് എന്തോ പറഞ്ഞതിൻ്റെ പേരിൽ എത്രമാത്രം ഉപദ്രവിച്ചു ഒരാളെ. ഈ സോഷ്യൽ മീഡിയ പറ്റിയിട്ട് ചേട്ടൻ്റെ പൊതുവെയുള്ള അഭിപ്രായം എന്താണ്? ഇപ്പൊ സിനിമയിൽ ഇഷ്ടം പോലെ സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ റിവ്യൂസ് വരുന്നു, ക്രിറ്റിസിസംസ് വരുന്നു, മോശം, അല്ലെങ്കിൽ ഐ എം ഗിവിങ് ഇറ്റ് 1.2345 സ്റ്റാർസ് എന്നൊക്കെ പറഞ്ഞു വരുന്നു. അപ്പൊ ഇതിനെയൊക്കെ പറ്റി പിന്നെ ഇതുപോലത്തെ കഥകൾ, ഇഷ്ടംപോലെ കഥകൾ. ഒന്നാമത് ക്രിട്ടിക്സ് എന്ന് പറയുന്നത് തന്നെ ഒരു പണിയില്ലാത്തവന് ഉള്ളതാണ്. ഇപ്പൊ AR റഹ്മാൻ എന്ന് പറയുന്ന ഒരാൾ നോക്കുക, സച്ചിൻ തെണ്ടുൽക്കർ, അവരാരെങ്കിലും വിമർശിച്ചിട്ടുണ്ടോ? അവരത്ര ഉന്നതിൽ അവരവരുടെ കാര്യം നോക്കുന്നത്. ഇപ്പൊ ക്രിട്ടിക്സ് ഉണ്ടാവുന്നത് തന്നെ അവരാദ്യം ഒരു ശ്രമം നടത്തും, അത് രക്ഷപ്പെടാണ്ടാവുമ്പോൾ മറ്റുള്ളവരോട് ദേഷ്യവും വൈരാഗ്യവും, അപ്പോഴും അവർ ശ്രമിക്കാതെ മറ്റുള്ളവരെ കരുതേച്ച്. ഞാൻ ഒരിക്കലും ഈ ക്രിറ്റിസിസം ചെയ്യണം, നമുക്കറിയാൻ പറ്റും, ഉള്ളിൽ അറിയാൻ പറ്റും അത് ചെയ്തത് എങ്ങനെയാണെന്ന് നേരിട്ട് കണ്ട് സംസാരിക്കുന്നത്. പൊതുജന മധ്യത്തിൽ പോയിട്ട് ഈ സോഷ്യൽ മീഡിയയിലുള്ളതൊക്കെ 1% ഉള്ളൂ, പക്ഷെ ആ ഇരുന്ന് ചെയ്യുന്ന ആൾക്കാർ ഒരു പണിയില്ലാത്ത ആൾക്കാരെ ശരിക്കും. പക്ഷെ അതൊക്കെ നമ്മുടെ ഫിലിംസിനെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്നില്ലേ? പല ഫിലിംസിനെ എഫക്ട് ചെയ്യുന്ന കഴിഞ്ഞാൽ പടം ഇറങ്ങിയ ഉടനെ തന്നെ നിസ്സാരമായിട്ടല്ലേ പറയുന്നത്, കൊള്ളൂല എന്ന് പറഞ്ഞിട്ട്. എത്രയോ നാൾ ആരും മോശം പടം ചെയ്യാം. ഇപ്പം നമുക്കൊരു മോശം പടം ചെയ്യാം എന്ന് പറഞ്ഞാലും ഇറങ്ങി പുറപ്പെടുന്നില്ല, അല്ലേ? ഞാനും നന്ദിനി കൂടി ഒരു പടം ചെയ്യാണ്, നമുക്കൊരു മോശം പടം ഒരു ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യൂ. എല്ലാവരും നല്ലത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അവരിലൊരു നന്മ നമ്മൾ കണ്ടെത്തുക. എത്രമാത്രം ഹാർഡ് വർക്ക് ഉണ്ട്, ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ഒന്ന് ഈ കൂമ്പൊടിച്ച് കളയരുത്, വെള്ളം ഒഴിച്ചില്ലെങ്കിലും, അല്ലേ? അത് ഭയങ്കര ദ്രോഹമാണ്. അവരവരുടെ എന്താണ് അവരുടെ കരിയർ എന്താണെന്ന് നോക്കുക, അതിൽ ഹാർഡ് വർക്ക് ചെയ്യുക. മറ്റുള്ളവരെ വിമർശിക്കുക, അത് ജനങ്ങൾ തന്നെ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ വരുന്നുണ്ടല്ലോ ഓരോ പടങ്ങൾ. ഇപ്പോൾ വെള്ളിമൂങ്ങ എന്ന് പറഞ്ഞ പടം നമ്മൾ ചെയ്തത് സൂപ്പർ സ്റ്റാർസ് ഒന്നുമില്ല, സൂപ്പർ പോസ്റ്റേഴ്സ് ഇല്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് സാധാരണ ജനങ്ങളെ വളർത്തി വലുതാക്കിയത്. അപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ സപ്പോർട്ട് കിട്ടിയാൽ നല്ലതാണ് നമുക്ക്, അത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഇറങ്ങിയ ഉടനെ എത്ര പേര് ഇതിനെക്കുറിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് അതൊരു ഫസ്റ്റ് ജഡ്ജ്മെന്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾ തിയേറ്ററിലേക്ക് പോകാൻ മടിക്കില്ലേ? ആദ്യം അങ്ങനെ ഉപദ്രവിക്കും, കൊന്നുകളായിരുന്നു കുഞ്ഞിനെ. അതെ, സത്യമാണ്. ചേട്ടാ, ഈ ടിനി ടോം ചേട്ടനെ യൂഷ്വലി ഫേസ്ബുക്കിൽ കിട്ടുന്ന മെസ്സേജസ് എങ്ങനത്തെ മെസ്സേജസ്? ഇപ്പൊ എന്റെ കാര്യമാകുമ്പോഴത്തേക്കും എനിക്ക് യൂഷ്വലി മാരി മീ, ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞാണ് വരുന്നത്. ടിനി ടോം ചേട്ടൻ എങ്ങനത്തെ മെസ്സേജസ് ആണ് വരാറ്? 2-3 ടിനി ടോം ഉണ്ട് ഫേസ്ബുക്കിൽ. 2-3 ടിനി ടോം ഉണ്ടോ? ചേട്ടൻ ഇവരെയൊക്കെ മെസ്സേജ് നോക്കിയിട്ടുണ്ടോ? ഒരുത്തൻ എന്റെ ഫ്രണ്ട് തന്നെയാണ്. അപ്പൊ ഈ ടിനി ടോമിന് എന്തെങ്കിലും അവരും ഇതുപോലെ പ്രതികരിക്കാറുണ്ട്. പലരും വന്നിട്ട് പറയാറുണ്ട് ഇത് ഒറിജിനലാണ്. എനിക്കറിയില്ല അത് ആരൊക്കെ, ഞാൻ സൈബർ സെല്ലിൽ കൊടുത്തു, കാരണം ഒരു ഇത്തിരി നല്ല പേരുള്ളൂ. അതും കൂടി ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് വേറെ ആരോ 2-3 പേര് ഇങ്ങനെ വന്നിരിക്കുകയാണ്. നമ്മളത്ര വലിയ സൂപ്പർ സ്റ്റാർ ഇതൊന്നുമല്ല, നമ്മളുള്ള ആൾക്കാർ. അതാണ്. അപ്പൊ അങ്ങനെ ഒരു വിഷമമുണ്ട്, നമ്മളെയൊക്കെ തന്നെ ഉപദ്രവിക്കുന്നു. അപ്പോൾ നമ്മളെക്കാൾ ഉയർന്ന പദവിയിലിരിക്കുന്നവർ എന്തുമാത്രം മാനസികമായിട്ട് വിഷമിക്കുന്നുണ്ടോ, അല്ലേ? പിന്നെ എനിക്ക് വരുന്ന റിക്വസ്റ്റ് അങ്ങനെയൊന്നുമല്ല. എനിക്ക് കൂടുതലും ബോയ് ഫ്രണ്ട്സ് തന്നെയാണ്. അവർ ഓരോ നിർദ്ദേശങ്ങൾ തരാറുണ്ട് സിനിമയെ സെലക്ട് ചെയ്യുമ്പോഴും. നമ്മൾ ഇതുപോലെ തന്നെ നല്ല പടം ചെയ്യണം എന്ന് വിചാരിച്ച് നമ്മുടെ ജോലി നമ്മൾ ചെയ്യാറുണ്ട്. പല സിനിമകളിലും നമ്മൾ എത്ര മോശം ക്യാരക്ടറാണെങ്കിൽ അത് നന്നാക്കാനാണ് നമ്മൾ ശ്രമിക്കാറ്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു ആക്ടറിന് അത്രേ പറ്റുള്ളൂ, ബാക്കി എല്ലാവരും ഡയറക്ടറിൻ്റെ കയ്യിലാണ്, കപ്പിത്താൻ്റെ ഇരിക്കുന്നത്. അപ്പം നമ്മൾ നമ്മുടെ ജോലി കൃത്യമായിട്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഇതുപോലെ ചില സിനിമകൾ സെലക്ട് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് വളരെ വേണ്ടായിരുന്നു എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ആക്ച്വലി സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരു പോസിറ്റീവ് സംഭവം കൂടിയുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് അപ്പോൾ ഫീഡ്ബാക്ക് കിട്ടുമല്ലോ ആർട്ടിസ്റ്റുകൾക്കൊക്കെ ചെയ്ത വർക്കിൻ്റെ. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. ഇനി ഞാൻ വേറൊരു ചോദ്യം ചോദിക്കട്ടെ? അല്ലെങ്കിൽ വേണ്ട, ഞാൻ ചോദിക്കട്ടെ. ഞാൻ ചോദിച്ചു ബോറടിച്ച് തുടങ്ങിയില്ലേ? ബോറടിക്കുന്നില്ല. വെരി ഗുഡ്. അപ്പൊ പിന്നെ ഞാൻ ഇനിയുള്ള ചോദ്യങ്ങൾ കേട്ടോ ഒരിക്കലും ബോറടിക്കാറില്ലല്ലോ. തമാശയായിട്ട് പറഞ്ഞാൽ അല്ല, സെൻസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ ചോദിക്കുന്നത്, ജനങ്ങൾക്ക് വേണ്ടത് ഞാൻ ആസ്വദിക്കുന്നതുമായ ചോദ്യം. എന്നെ പൊക്കി പറയാൻ ഞാൻ ഇതുപോലെ ചാൻസുകൾ വീണ്ടും വീണ്ടും ഇട്ട് തരുന്നതായിരിക്കും. പക്ഷേ അതിനു മുമ്പായിട്ട് വേറൊരാൾ ചേട്ടനോട് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഹായ് ടിനി. ഒരു കാലത്ത് ടിനിയും ഞാനും ഉണ്ണി എസ് നായർ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റും കൂടി കുറേ പ്രോഗ്രാമുകൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവതരിപ്പിക്കുകയുണ്ടായി. ടിനിക്ക് ഓർമ്മയുണ്ടാകും. അപ്പോൾ അന്ന് ഉണ്ണിയും ഞാനും ടിനിയും ഉണ്ടെങ്കിൽ ഒരുപാട് വെറൈറ്റി സ്കിറ്റുകൾ ഞങ്ങൾ വേദിയിൽ അവതരിപ്പിക്കുകയായിരുന്നു. അതിൽ മെയിനായിട്ട് അവതരിപ്പിച്ചുകൊണ്ടിരുന്നതാണ് ചിത്രഗീതം എന്ന് പറയുന്ന പ്രോഗ്രാം. സുരേഷ് ഗോപിയായിട്ട് ടിനി വരുമ്പോൾ ഉണ്ണി ഒരു ഫീമെയിലായിട്ട് വരികയും ഷിറ്റ് എന്ന് പറയുമ്പോൾ പാവാട കഴിഞ്ഞ് താഴെ വീഴുകയും, അതുപോലെ തന്നെ പ്രേം നസീറായിട്ട് ടിനി വരുമ്പോൾ ഉണ്ണി
മേഘത്തേരിൽ എന്ന് പറഞ്ഞ പാട്ടിനൊപ്പം ശ്രീവിദ്യയായിട്ട് ബാക്കിൽ കുറച്ച് തുണിയെല്ലാം വെച്ച് കെട്ടി ഒരു കൈലിമുണ്ടൊക്കെ കൊടുത്ത് പ്രോഗ്രാം അവതരിപ്പിക്കുകയുണ്ടായി. ആലുവയിൽ എനിക്ക് ഓർമ്മയുണ്ടെന്ന് അറിയില്ല, ആലുവയിലൊരു പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ അവിടെ പ്രോഗ്രാം കണ്ടിരുന്നൊരു അതിൻ്റെ ഒരു മെയിൻ ഭാരവാഹി വന്നിട്ട് ഞങ്ങൾക്കെല്ലാം കൈ തരികയും എനിക്ക് ഉണ്ണിക്ക് ടിനിക്ക് കൈ തന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് 23-ാം തീയതി അടുത്ത മാസം 23-ാം തീയതി ഒരു പ്രോഗ്രാം വേണമെന്ന് പറഞ്ഞു. അതിൽ അപ്പോൾ ഞാനോർത്ത് ഒരു പ്രോഗ്രാം കിട്ടിയല്ലോ, അടുത്ത മാസം 23-ാം തീയതിയെങ്കിലും ഒരു പ്രോഗ്രാം കിട്ടിയല്ലോ എന്ന് ഓർത്തപ്പോഴേക്കും പുള്ളി പറഞ്ഞു നിങ്ങളില്ല, അതായത് ഞാനും ടിനിയും ഇല്ല, ഉണ്ണി മാത്രമേ ഈ പരിപാടിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ മുഖത്തോട്ട് പോകുന്ന നോക്കിയേ, ഞങ്ങളില്ലാതെ ഉണ്ണി മാത്രമായിട്ടൊരു പരിപാടി ഇന്ന് വരെ ചെയ്തിട്ടില്ല. ഒന്നല്ലെങ്കിൽ ഉണ്ണിയുടെ കൂടെ ഞാൻ വേണം, ഞാനും ടിനിയും ഉണ്ണിയും കൂടി ഉണ്ടെങ്കിൽ ആ പ്രോഗ്രാം നന്നാവാറുള്ളൂ, അല്ല ഉണ്ണി മാത്രം മതി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വളരെ അത്ഭുതമായി. കാരണം ഉണ്ണിയെ മാത്രം ഒരു പരിപാടിക്ക് 23-ാം തീയതി ക്ഷണിക്കുക, അപ്പോൾ ആ എന്ത് പ്രോഗ്രാമാണെന്നറിയാൻ ഞങ്ങൾക്ക് ആകാംക്ഷയുണ്ടായി. അപ്പം ഞങ്ങൾ നേരെ ഞാനും ടിനിയും മാറി എന്ന് ഈ കമ്മിറ്റിക്കാരൻ പറയുന്നത് കേട്ടു. ബാക്കി ടിനി ഫില്ല് ചെയ്യുക. എനിക്ക് എന്താണ് നിങ്ങൾ ഒളിഞ്ഞിരുന്ന് കേട്ടത് എന്ന് കേൾക്കാനായിട്ടുള്ള ആകാംക്ഷ ഇങ്ങനെ കൂടി 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 വന്നിരിക്കുക. എന്താണെന്ന് സംഭവിച്ചത്? ആദ്യം ഞങ്ങളെ കുറിച്ച് പറയാം. മനോജ് ഗിന്നസ് എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും മികച്ച കോമ്പിനേഷൻസ് എന്ന് പറഞ്ഞാൽ ഉണ്ണി മനോജ് രണ്ടുപേരാണ്. ഉണ്ണി ഒരുപാട് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, ലാൽജു സാറിൻ്റെ. അപ്പോൾ ഇവർ തമ്മിലുള്ള കോമ്പിനേഷൻ ഞെട്ടിക്കുന്ന കോമ്പിനേഷൻ. അതിൻ്റെ കൂടെ ഞാൻ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ്. ഞങ്ങളുടെ 3 പേരുടെ ടീം എന്ന് പറഞ്ഞാൽ ഗംഭീര ടീമായിരുന്നു. എവിടെ പോയാലും 4 കല്ല് വീഴും. ഞങ്ങളെ തന്നെ പല ടീമുകളും വാടക എടുത്തുകൊണ്ട് വരുന്നുണ്ട്, പല ട്രൂപ്പുകളും. ഞങ്ങളുടെ 3 പേരുടെ കോമ്പിനേഷൻ അതിൽ ഫിലിം സ്റ്റാർസിനെ അനുകരിക്കലായിരുന്നു എൻ്റെ ജോലി. ഇവർ രണ്ടുപേരും കൂടെ കോമഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ പൂരത്തിന് മാലപ്പടക്കം പൊട്ടുന്ന പോലെയാണ്. പട്ടപ്പട്ടായി എന്ന് പറഞ്ഞു ഇതിൻ്റെ ഇടയിൽ ഞാൻ വന്ന് കയറി ഇങ്ങനെ പോകുന്നുള്ളൂ. പക്ഷേ അസാധ്യ ടൈമിംഗ് ആണ്. അതുപോലെ ഒരു ഗ്രൂപ്പ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇത്ര ടൈമിങ്ങിൽ ഇതുവരെയായിട്ട് ഞാനൊരു ടീമിനെ കണ്ടിട്ടില്ല. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി ചെയ്യുമ്പോൾ ഈ പറയുന്ന പോലെ ഞാൻ ചിത്രഗീതം എന്ന് പറഞ്ഞൊരു പരിപാടി അന്ന് അധികം പേരല്ല ആരും ചെയ്തിട്ടില്ലെന്ന് തോന്നി. പാട്ട് സീനുകളിൽ വന്നുക അത് തന്നെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് ആൾക്കാർക്ക് ഇഷ്ടമാണത്. അപ്പോൾ ആ പാട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ സുരേഷ് ഗോപിയായിട്ട് വരുമ്പോൾ പല അബദ്ധങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് സിനിമയൊന്നുമല്ല, അതിൻ്റെ അപ്പുറം ഞാൻ ചിരിച്ച് നെഞ്ചുവനോ പറഞ്ഞിട്ടുണ്ട്. കാരണം ഉണ്ണി അതിൻ്റെ ഫുൾ കാര്യങ്ങളും പറയാം. ഉണ്ണി ഒരു പ്രാവശ്യം ഇതുപോലെ തന്നെ ഈ സുരേഷ് ഗോപി മലരമ്പൻ തഴുകുന്ന കിളിമകളെ എന്നൊരു പാട്ടുണ്ട്, അത് എന്നും പറഞ്ഞ് കാണിക്കും. അപ്പോൾ ഈ പാവാട് ഊരിപ്പോവും. അപ്പോൾ അടിയിൽ ടൈറ്റ്സ് ഉണ്ടാവും. അതാണ് എൻ്റെ ഒരു കോമഡി. ഇത് ഊരിപ്പോവും ആൾക്കാർ ചിരിക്കുക. പക്ഷെ ഒരു ദിവസം ഈ പുള്ളി തിരക്കിൽ ടൈറ്റ്സ് ഇടാൻ മറന്നുപോയി. എന്തായിരിക്കും അവസ്ഥ എന്ന് പറഞ്ഞത്? അന്നാണ് ഇത് ദാരിദ്ര്യമാണ്. അപ്പൊ എന്തായിരിക്കും അകത്തെന്ന് പറയാ. അപ്പൊ ഞാൻ കാണിക്കലും ഞാൻ സൈഡിലോട്ട് നോക്കിയപ്പോ സ്ഥിരം ഒരു മഞ്ഞ ടൈറ്റ്സ് കാണാറുണ്ട്, ഒരു മഞ്ഞ കളർ കണ്ടില്ലേ. അപ്പൊ ഞാൻ ഞെട്ടി. അപ്പൊ ഞാൻ സൈഡിലേക്ക് ഇങ്ങനെ നോക്കാണ്. അപ്പൊ ഉണ്ണി ഞാൻ പറഞ്ഞ് വിളിച്ചു. അപ്പൊ അവന് താഴ്ത്തേക്ക് മൊത്തം സ്വതന്ത്രനായിട്ട് ഇങ്ങനെ നിൽക്കാണ്. ഒന്നുമില്ല, ഫ്രണ്ടിൽ നിന്നിട്ട് ഒരു പെണ്ണ് ചെരുപ്പ് ഒറ്റെറി. ഇത് നടന്ന സംഭവമാണ്, ഇത് കോമഡി എന്നല്ല. അവര് വനിതാ വിമോചനത്തിന്റെ എന്തോ പ്രശ്നമാണ്. അവര് ഇത്രയും വലിയൊരു അമ്പലത്തിൽ വന്നിട്ട് ഒരു പേരിന് മാത്രം ഒരു സാധനം ഇട്ടേക്കണവൻ. അവര് പരിപാടി ഒന്നും ഇവന് തലർക്കം വന്ന്, കാരണം തുണിയില്ലാണ്ടിരിക്കല്ലേ. ഞാൻ ബാക്കിൽ പോയിട്ട് കമന്ന് നടന്ന് ചിരിക്കാണ്. അപ്പൊ ഉണ്ണിയെ പറഞ്ഞിട്ട് ഇനി ചിരിക്കല്ലേ, ഒരുത്തം മരിക്കാൻ കിടക്കണം, അവന് ബോധം പോയി. കാരണം ഇത്രയും ജനലക്ഷങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് തുണിയില്ലാണ്ട്. അപ്പൊ ആൾക്കാർ വിചാരിക്കണം എന്താണ് ഇത് മനഃപൂർവ്വം ചെയ്താണെന്നാണല്ലോ. ഇതാ ഇവന്റെ ആദ്യത്തെ അഭ്യാസം. ഒരു സ്റ്റേജിൽ ഞാൻ ഇതുപോലെ സുരേഷ് ഗോപി ചെയ്യുമ്പോൾ സൈഡിൽ നോക്കിയപ്പോൾ ഒരാൾ നിൽക്കണം. ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, ചങ്ങനാശ്ശേരി NSSന്റെ പ്രോഗ്രാമാണ്, നായർ സർവീസ് സൊസൈറ്റിയുടെ ഒരു ഓൾ കേരള ഇതാണ്. ഞാൻ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സൈഡിലോട്ട് നോക്കിയപ്പോൾ ഒരാൾ നിൽപ്പുണ്ട്. ഞാൻ ഇവനെ നോക്കിയപ്പോൾ സാധാരണ ഒരു സ്റ്റേജ് ഷോ ആണ്. ഞാൻ നോക്കിയപ്പോൾ ഈ സുരേഷ് ഗോപി ഒറിജിനൽ നിൽക്കുകയാണ് സ്റ്റേജിൽ. ഞാനപ്പോൾ അത്രയും സിനിമയിലും കണ്ടിട്ടില്ല ആളെ. സിനിമയിൽ കണ്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടില്ല. സുരേഷ് ഏട്ടൻ ആ വഴി പോയപ്പോൾ കാറ് നിർത്തിയിട്ട് സ്റ്റേജിലേക്ക് വന്നേക്കാം. ഇവനിത് കണ്ടോടുകൂടി ഇവൻ വീണ്ടും ബോധശായി. കാരണം പെട്ടെന്ന് സുരേഷ് ഇതൊന്നും ഓവറായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല, എക്സാഗ്രേറ്റ് ചെയ്ത് പറയുന്നതല്ല, റിയൽ ഇൻസിഡന്റ് ആണ്. സുരേഷ് ഏട്ടന് ഈ സംഭവം അറിയാം. പുള്ളി അതിലിങ്ങനെ പോകുമ്പോൾ ഒരാളിൽ നിന്ന് അനുകരിക്കുന്നു. പുള്ളി ഒരു രസത്തിന് പുള്ളി വന്ന് കയറി. ഓഡിയൻസ് ഞെട്ടിയിരിക്കുകയാണ്, സുരേഷ് ഗോപി ഒറിജിനൽ ഇരിക്കുന്നത്. ഞാനിങ്ങനെ അന്തിച്ചു നിന്ന്. ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങനെ പതുക്കെ പുറയിലേക്ക് പോയി. അവൻ എന്നെ ബോധം വരുത്താൻ നോക്കുന്നു, ഞാൻ അവൻ്റെ ബോധം വരുത്താൻ. ഇത് സെക്കൻഡ് ഇൻസിഡൻറ്റ്. മറ്റേതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രേം നസീർ ചെയ്യുമ്പോൾ അതായത് ആ സമയത്ത് സ്ത്രീ കഥാപാത്രങ്ങൾ ചെയ്യുന്ന പറഞ്ഞാൽ വളരെ കോലം കെട്ട ആൾക്കാരായിരിക്കും. ഞങ്ങൾ 3 പേരും 3 കോലാണ്. ഞങ്ങൾക്ക് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, എല്ലിച്ച് വളരെ. അപ്പോൾ അവൻ ഇതുപോലെ തന്നെ ബാക്ക് വേണമല്ലോ, ശ്രീവിദ്യ എന്ന് പറയുമ്പോൾ ബാക്ക് വേണമല്ലോ. അപ്പോൾ ഒരു ലോഡ് തുണി പുറകെ കെട്ടും. അങ്ങനെ വളരെ കോലം തിരിഞ്ഞിട്ടാണ് ഈ ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ ഇതുപോലെ തന്നെ ഒരു പ്രോഗ്രാം ചെറായിൽ ചെയ്തു.
അപ്പോൾ ഈ പ്രേം നസീർ വന്നിട്ട് കളിക്കുമ്പോൾ ശ്രീവിദ്യ ഇങ്ങനെ ചാടി കളിക്കുന്നു, അതൊക്കെയാണ്. അപ്പം ഇതുപോലെ തന്നെ അവനെ മാത്രം ബുക്ക് ചെയ്യണം ഒരാൾ. അപ്പം എന്താന്ന് പറഞ്ഞാൽ അവരൊരു ഗ്രൂപ്പ് ടൂറ് പോകുന്നുണ്ട്. അപ്പം അവിടെ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയാണ് ഈ ഇൻസിഡന്റിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഈ ഉണ്ണി എന്ന് പറഞ്ഞ ആളിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഉണ്ണീനെ മാത്രം, അപ്പം ഞങ്ങളൊക്കെ വിഷമായി, ഞങ്ങൾ രണ്ടുപേരും വേണ്ട, നമ്മളൊക്കെ ഇത്രയും നന്നായിട്ട് ചെയ്തിട്ട് അവനെ മാത്രം മൂന്നാർ ടൂർ പോകുമ്പോൾ അവർ കൊണ്ടുപോവാണ്. അതും ടൂറിനാണ് കൊണ്ടുപോകുന്നത്, ഫുൾ ലക്ഷറി. അവൻ വണ്ടിയിൽ പോയി. പിറ്റേ ദിവസം എന്നെ വിളിച്ചിട്ട് ഭയങ്കര തെറിയ, പാട്ടി തേണ്ടി എന്താന്ന് വെച്ചാൽ ഇവൻ ബസ്സിൽ കയറിയപ്പോൾ ഇവരെല്ലാവരും കൂടി ടൂർ പോകുമ്പോൾ ബസ്സിൽ കയറിയപ്പോൾ ഇവൻ്റെ അടുത്ത് ഷീലയുടെ ഡ്രസ്സ് ഇട്ടിട്ട് വരാൻ പറഞ്ഞു. ഇതൊക്കെ വെച്ച് കെട്ടിയിട്ട് ആ ഫാമിലിയുടെ മുമ്പിൽ കൂടി നടക്കണം, അതുപോലെ കളിക്കണമെന്ന്. ഇത് പറയുമ്പോ 3000 രൂപ മേടിക്കണ്ടവൻ. ഇത് ഇവര് പറയും ഇടയ്ക്ക് ഭക്ഷണം കഴിയുമ്പോൾ ആ ശീല വരട്ടെ എന്ന് പറയുമ്പോൾ ചെല്ലണം. ഇവന് രാത്രി പ്രാന്തായി. വൈകിട്ട് അവർ ക്യാമ്പ് ഫയർ എന്തോ ഉണ്ട്. ആ ശീലനെ വിളിക്കും ഞങ്ങൾക്ക് ചിരിക്കണം, ശീല ഇങ്ങനെ നടക്കണം. ലാസ്റ്റ് തെറി പറഞ്ഞ അവിടെ നിന്ന് ബസ്സിൽ കയറി പോന്ന്, കാശ് മേടിച്ചില്ല. ഇങ്ങനൊരു സംഭവം. ഇതിനേക്കാൾ രസകരമായ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പക്രു ഉണ്ടപ്പോൾ കോട്ടയത്ത് ഒരു പ്രോഗ്രാമിന് ഇതുപോലെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരാൾ വിളിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും വിളിച്ചിട്ട്, അതായത് 12 ദിവസം നിങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നു. പക്രുവിനെ വിളിച്ചാൽ ബുക്ക് ചെയ്തേക്കണത്. അപ്പോൾ എന്നെ പക്രു വിളിച്ചിട്ട് പറഞ്ഞു, എടാ നമുക്കൊരു 12 ദിവസം കണ്ടിന്യൂസ് ആലപ്പുഴയിലാണ് പരിപാടി. ഞാൻ 12 ദിവസവും ഇനിയൊന്നും ചിന്തിക്കണ്ടല്ല, അടിപൊളി, ഓക്കെ. അപ്പോൾ ആളിവിടെ വന്നിട്ടുണ്ട് സംസാരിക്കാമെന്ന് പറഞ്ഞ് ആളെ വിളിച്ച്. അപ്പോൾ ജ്വല്ലറിയുടെ ഓണറാണ്, കോടീശ്വരനാണ്. സംഭവം സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. എനിക്ക് ആദ്യം കുറച്ച് കഴിഞ്ഞപ്പോൾ പന്തികേട് തോന്നി. കാരണം 12 ദിവസം നിങ്ങൾ വൈകിട്ട് 7 മണി മുതലാണ് പരിപാടി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ സംഭവം എന്താന്ന് പറഞ്ഞാൽ ഞാൻ കരടിയും അവൻ കുരങ്ങനായിട്ട് നിൽക്കണമെന്ന് കടയുടെ മുമ്പിൽ ബുക്ക് ചെയ്താണ് 12. ഞാൻ ഇവനെ എടുത്തോണ്ട് ഞാൻ പറഞ്ഞു മാറ്റി നമ്മുടെ ഒരു കോപ്പ് പരിപാടി പിടിച്ചിട്ടുണ്ടോന്നൊക്കെ. 12 ദിവസം കുരങ്ങനും ഞാൻ കരടിയാ. എന്താണ് അയാളെ ഓടിച്ചവിടെ നിന്ന് മേലി പരിപാടി സർക്കസ് പോലെ. അപ്പൊ ഇതൊക്കെ ജീവിതത്തിൽ ഈ സിനിമയിൽ വന്നിട്ടുള്ള ഓഫേഴ്സിൽ വേണ്ട എന്ന് പറഞ്ഞു പോയിട്ടുള്ളത് ഏത് ഓഫറിന്റെ? അത് പറയുന്നത് ശരിയല്ലോ. നമ്മൾ തന്നെ സെലക്ട് ചെയ്യുന്നു, അവർ നമ്മൾ വിളിക്കുന്നു, നമ്മൾ പോയി ചെയ്യുന്നു. എന്നിട്ട് പിന്നെ വേണ്ടാന്ന് തോന്നുന്നത് നമുക്ക് നമ്മളോടുള്ളൊരു സത്യസന്ധത, നമ്മളോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ്. പക്ഷെ വേണ്ടാന്ന് തോന്നിയ പല സന്ദർഭങ്ങളുണ്ട്. വേണ്ടാന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ട് തോന്നാറ് എങ്ങനെയാവേ? യൂഷ്വലി ആൾക്കാർക്ക് വേണ്ട എന്ന് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ടിനി ടോം ചേട്ടനും ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു ആ നിഷ്കളങ്ക മനസ്സ് വെച്ചിട്ട്. ഈ ക്യാരക്ടർ നമ്മൾ ഇഷ്ടപ്പെടും, പക്ഷെ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ സെറ്റപ്പും കാര്യങ്ങളും കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ എങ്ങനെയാണ് നാളെ കുറിച്ച്, അടുത്ത നിമിഷത്തെ കുറിച്ച് നമുക്കറിയില്ല. അപ്പൊ എത്രയൊക്കെ നമ്മൾ പ്രിക്കോഷൻ എടുത്താലും നമ്മൾ ചിലപ്പോൾ അബദ്ധത്തിൽ പോയി ചാടും. ഇനി വേറൊരാളും കൂടെ വന്നിട്ടുണ്ട് ചേട്ടനോട് ഒരു ചോദ്യം ചോദിക്കാനായിട്ട്. അതും ചെറിയ ആളൊന്നുമല്ല, വളരെ ഭീകരമായ ഒരു ചോദ്യവുമായിട്ട് വളരെ വലിയൊരാളാണ്. ചേട്ടൻ റെഡി അല്ലേ? റെഡി. നമ്മൾ ബഹുമാനത്തോടൊക്കെ കൂടെ നിൽക്കണം. ഹായ് ജിൻചേട്ടൻ, എനിക്കൊരു മിമിക്രി ചെയ്യാമോ? ആ കുഞ്ഞു കൊച്ചാണ് എനിക്ക് വേണ്ടി ചോദിച്ചത്. അതുകൊണ്ട് ഒരു ചെറിയ മിമിക്രി അല്ല, വലിയ മിമിക്രി തന്നെ. 2 എക്സ്ട്രീംസ് എവിടെയും കാണാൻ പറ്റും അല്ലേ? ഇപ്പം ഈ നെഗറ്റീവും പോസിറ്റീവും കാരണമാണ് ഈ ബൾബ് പ്രകാശിക്കുന്നത്. അത് വെച്ചിട്ട് ഞാനൊരു സംഭവം, ഇത് ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. ഇതിന് മുൻപ് ഒരു തവണ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇത് വെച്ചിട്ട്, അതായത് ഒരു കോയിൻ എടുത്താൽ 2 വശം. ഇപ്പോൾ ഞാൻ പക്രു, അത് 2 വശമാണ്. എല്ലാത്തിനും സുഖം, സന്തോഷം, സുഖം അല്ലെങ്കിൽ ദുഃഖം. കടലിന് കരയുണ്ട്, ഭൂമിക്ക് എന്താണ് കടലുണ്ട്. എന്ത് നോക്കിയാലും രാത്രിക്ക് അതുപോലെ തന്നെ എല്ലായിടത്തും ഇതുപോലെ 2 എക്സ്ട്രീംസ് കാണാൻ പറ്റും. അങ്ങനെ 2 എക്സ്ട്രീംസാണ് സിദ്ദിഖും ലാലും അല്ലേ, സംവിധായകരായിട്ടുള്ള സിദ്ദിഖ് ലാൽ. ഒന്ന് ഭയങ്കര ഫീബിൾ ആയിട്ടുള്ള ട്രിബിള് പോലത്തെ വോയിസും, മറ്റേത് ഭയങ്കര ബാസ് വോയിസും അല്ലേ, ഒരിക്കലും ചേരാത്തവർ ചേർന്ന പോലെ. അപ്പൊ ഇവരൊരുമിച്ച് വേദിയിൽ വന്നപ്പോൾ എനിക്കൊരു രസം തോന്നി. അതായത് സിദ്ദിഖ് സാറ് വന്നിട്ട് ഈ പരിപാടിയിലേക്ക് സ്വാഗതം, ഞാനും ലാലും ആദ്യമായിട്ട് സഹസംവിധായകരായിട്ട് വർക്ക് ചെയ്യുന്നത് പാച്ചിക്കയുടെ കൂടെയാണ്. അദ്ദേഹം ഒരു മിമിക്രിക്കാരനാണ്. അതുപോലെ തന്നെ ഞങ്ങൾ കണ്ടുപഠിച്ച മിമിക്രി എന്ന് പറയുന്നത് ആലപ്പുഴ ഷറഫിന്റെയും കൊച്ചനരീഫയുടെയും അതുപോലെ തന്നെ കൊതുക് നാണപ്പന്റെയൊക്കെ മിമിക്രിയാണ്. അതുപോലെ തന്നെ നമ്മുടെ സിനിമയിലേക്ക് അവരെ സഹകരിപ്പിച്ചിട്ടുണ്ട് അല്ലേ. കൊതുക് നാണപ്പന്റെ മകൻ ജയനാണ് നമ്മുടെ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ ഇപ്പോഴുള്ള മിമിക്രിക്കാരെന്ന് പറയുന്നത് ഗംഭീര കഴിവുള്ള ആൾക്കാരാണ്. അവർക്കെല്ലാം എന്റെ സിനിമയിൽ ചാൻസ് കൊടുക്കാതെ ഞാൻ പറഞ്ഞിട്ടില്ല, സിദ്ദിഖ് പറഞ്ഞു, ഞാനില്ല. അപ്പൊ ഇങ്ങനെ പറഞ്ഞ് എനിക്ക് പാര വെച്ചതിന് താങ്ക്സ്. ഇത് 2 എക്സ്ട്രീംസ് ആണ്. ഇതുപോലെ തന്നെ എവിടെ എടുത്ത് നോക്കിയാലും, ഇപ്പോൾ നമ്മുടെ നിയമസഭയിൽ എടുത്തു നോക്കിയപ്പോൾ 2 എക്സ്ട്രീംസ്. വി എസിന്റെ ശബ്ദം കേട്ടിട്ടില്ലേ?
ഞാൻ ചോദിക്കുകയാണ്, എന്താണ് മറ്റേതാ ഉമ്മൻചാണ്ടി സാറ് ഫീബിളായിട്ടുള്ള സൗണ്ടാണ്. അപ്പോൾ നമ്മൾ ഇലക്ഷന് ക്യൂ നിന്ന് അല്ലേ കഷ്ടപ്പെട്ട് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചവർ അവിടെ ഒരു കലാപരിപാടി നടത്തിയെടുത്ത് സ്പീക്കറിന് മുമ്പിലുള്ള സ്പീക്കർ വന്ന് ചവിട്ടിയിടുകയും അല്ലേ കുറെ കലാപരിപാടികളുണ്ട്. വളരെ മനോഹരമായ ഒരു വളരെ കലാപരിപാടിയാണ്. നല്ല പരിപാടിയായിരുന്നു. നിങ്ങളുടെ മിമിക്രി ഒന്നും അതിന്റെ മുന്നിൽ ഒന്നുമല്ല. അപ്പൊ ഇനി ഇലക്ഷൻ വരുന്നുണ്ട്, നമ്മൾ ക്യൂ നിന്ന് വോട്ട് ചെയ്യും, ഇവർ പോയിട്ട് കലാപരിപാടികൾ നടത്തും. നല്ല രസമാണ് അല്ലേ? മനോഹരമാണ്. അപ്പൊ അത് കണ്ടപ്പോ എനിക്കൊരു പാട്ടാണ്, ഇപ്പോഴത്തെ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ് ഓർമ്മ വന്നത്. കുലിക്കിത്താക്ക എന്ന് പറഞ്ഞൊരു പാട്ട് വന്നത്. അപ്പൊ ഞാൻ VS ഇങ്ങനെ ഇരിക്കുകയാണ്, അവിടെ നിയമസഭയിൽ ഭയങ്കര അടി നടന്നുകൊണ്ടിരിക്കുക. പുള്ളി ഇങ്ങനെ ഇരിക്കുകയാണ്, കുലിക്കിത്താക്കാത്തൈ കുലിക്കിത്താക്കാത്ത കുലിക്കിത്താക്കാത്തൈ, ഈ പാട്ടാണ് വന്നത്. അപ്പൊ ഇപ്പുറത്ത് ഉമ്മൻചാണ്ടി സാർ പ്രാന്ത് പിടിച്ച് മുട്ടിയത് ഈ പാട്ടാണ്. രണ്ടുപേരെ ശബ്ദം ഓർത്ത് നോക്കി, രണ്ട് എക്സ്ട്രീംസ് ആണ്. ഇത് ചേട്ടൻ തന്നെ ചിന്തിച്ചെടുത്തത് അല്ല. എനിക്ക് ഭയങ്കര അത്ഭുതം. ഞാൻ ആരും മോഷ്ടിക്കാറില്ല, ഞാൻ തന്നെ ഉണ്ടാക്കിയെടുക്കാറുള്ളൂ, ആരും മോഷ്ടിക്കാറില്ല. ഇതുപോലെ ഇത് മോഷണമാണല്ലോ, അവരെ അനുകരിക്കാന്ന് പറഞ്ഞാൽ തന്നെ മോഷണമാണ്, പിന്നെ വീണ്ടും മോഷ്ടിക്കുന്നത് മോശമല്ലേ? അപ്പൊ പിന്നെ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് കടങ്ങുകയാണ്. ഇതിന് മാർക്കുണ്ട് കേട്ടോ, ഇത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. പിന്നെ ഈ ചോദ്യങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ടിനി ടോം ചേട്ടൻ്റെ കരിയറിനെ വെച്ചിട്ടുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ പിന്നെ മാർക്ക് പോയാൽ എന്നെ ഒന്നും പറഞ്ഞേക്കരുത്. നമ്മുടെ മാർക്ക് 50-ലാണ് കേട്ടോ. ഞാൻ 5 ചോദ്യം ചോദിക്കും, 10 each. ഹാഫ് മാർക്ക്, അര മാർക്ക്, അങ്ങനത്തെ പരിപാടികൾ ഒന്നുമില്ല. അപ്പോൾ ആദ്യത്തെ ചോദ്യം, PBCയുടെ ഫുൾ ഫോം എന്ത്? പ്ലാങ്കമൺ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ. അമ്പടാ മിടുക്കനാണല്ലോ, ചുമ്മാതല്ല പറഞ്ഞത്, പരീക്ഷയ്ക്കൊന്നും തോറ്റിട്ടില്ലാന്ന്. മംഗ്ലീഷിലെ നായികയുടെ പേരെന്ത്? ശരിക്കുള്ള പേര്. ശരിക്കുള്ള പേര് എന്തോ എനിക്ക് പെണ്ണുങ്ങളായിട്ട് ബന്ധമില്ലാന്നുള്ള മനസ്സിലായില്ല, അതിന് അങ്ങനെ ഊരാനായിട്ട് ശ്രമിക്കണ്ട. എന്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാണ്, പക്ഷെ ഞാൻ ചാറ്റ് ചെയ്യാറില്ല എന്നുള്ള മനസ്സിലായി. ഫേസ്ബുക്ക് ഫ്രണ്ടാണ് എന്നിട്ട് പോലും അവളെ ഞാൻ എന്തോ മറിയാമ്മന്ന് വിളിക്കുന്നത്, ലൊക്കേഷനിൽ വിളിച്ചിട്ടുണ്ട്, ആ ഓർമ്മയാണ് നിൽക്കുന്നത്, കൃത്യം ഓർക്കുന്നുണ്ട്. ഞാൻ മാർക്ക് കെട്ടിയത് കേട്ടാ. കാരലിൻ ബെക്ക്. പരീക്ഷയ്ക്ക് തോറ്റു വരുന്നു. ഇത് ഭയങ്കര എളുപ്പമാണ്. ചേട്ടന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഡയറക്റ്റ് ചെയ്ത സിനിമയുടെ പേര്? ബെസ്റ്റ് ഫ്രണ്ട്? ആ, ചേട്ടന്റെ വളരെ ചെറിയ വലിയ ബെസ്റ്റ് ഫ്രണ്ട്. കുട്ടി പോലും. വെരി ഗുഡ്. ജോൺസൺ എന്ന ക്യാരക്ടർ ആരാണ്? സ്പിരിറ്റിലെ ബാർ സപ്ലയർ. ഒന്നുകൂടെ. CHന്റെ ഫ്രണ്ട് ആര്? CHന്റെ ഫ്രണ്ട് ആരെന്ന് പറഞ്ഞാൽ സിനിമയല്ല. CHന്റെ ഫ്രണ്ടിന്റെ പൃഥ്വിരാജ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് പേര് പറയണം. CHന്റെ ഫ്രണ്ട് അല്ല, രണ്ടുപേര് ആ ഓഫീസിൽ ഇട്ടിരുന്ന എങ്ങനെയായിരുന്നു? എനിക്ക് സിനിമയിലെ ക്യാരക്ടർ വെച്ചാലും പറയാം. JP. വെരി ഗുഡ്. എനിക്ക് ചേട്ടനെ ജയപ്രകാശും CH. വെരി ഗുഡ്. എനിക്ക് ചേട്ടനെ തോൽപ്പിക്കണമെന്ന് അതിയായ ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ചേട്ടനിലെ ക്രൂരൻ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇങ്ങനെ കുത്തി നോവിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ചേട്ടൻ അതിമനോഹരമായിട്ട് പെർഫോം ചെയ്തതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ടഫായിട്ടുള്ള ചോദ്യം ചോദിക്കണമായിരുന്നല്ലേ? വേണ്ടേ, ക്വസ്റ്റ്യൻസ് ഇപ്പൊ ടഫ് ആയതുകൊണ്ട് ഒരാളുടെ കഴിവൊന്നും അളക്കാൻ പറ്റുന്നില്ല. ചിലപ്പോൾ നിസ്സാര ചോദ്യം ചോദിച്ചിട്ടായിരിക്കും പറയാൻ പറ്റാത്തത്. ചേട്ടൻ സമ്മതിക്കത്തില്ല. ടഫ് ആവണമെന്നൊന്നുമില്ല. ശരി, എന്താണെങ്കിലും വളരെ ടഫായിട്ടുള്ള എന്ന് വെച്ചാൽ അത്യാവശ്യം ടഫായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത്. അതിൽ ഫ്ലൈയിങ് കളേഴ്സോട് കൂടി നമ്മുടെ ടിനി ടോം ചേട്ടൻ പാസ്സായിരിക്കുന്നു. 40 മാർക്ക് 50. വട്ടാണല്ലേ. എനിക്ക് നിങ്ങൾ മിമിക്രിക്കാരുടെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എന്താണെന്ന് അറിയാം? ഏത് സിറ്റുവേഷൻ, അതിപ്പം ഭയങ്കര വിഷമമുള്ള സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഭീകരമായ സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ തമാശ ഉള്ള സിറ്റുവേഷൻ ആയിരിക്കും. പക്ഷെ അതിലെല്ലാം ഒരു തമാശ കാണാനുള്ള ഒരു കഴിവുണ്ടല്ലോ, അത് ആക്ച്വലി വളരെ നല്ലതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മിക്കവാറും എല്ലാവരുടെയും ഒരു ഹാർട്ട് അറ്റാക്കും BP എല്ലാം വരെ കുറയും. ഈ ഒരു ആറ്റിറ്റ്യൂഡ് എല്ലാവർക്കും ഉണ്ട്. നമ്മൾ തമ്മിൽ കാണുമ്പോൾ നല്ല കാര്യങ്ങൾ പറയാം. ഇപ്പോൾ നന്ദിനിയെ കാണുമ്പോൾ എന്നെ പറ്റി നല്ല കാര്യങ്ങൾ പറയും. അങ്ങനെ വെറുതെ പറയണല്ല, ഞാൻ പറയുന്നത് കുറെ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടാവും. അപ്പൊ കാണുമ്പോൾ തന്നെ ഇതെന്താണ് ക്ഷീണിച്ച് കോലം കെട്ട് പോയല്ല എന്ന് പറഞ്ഞാല് എന്നെ കാണുമ്പോൾ തന്നെ ആദ്യം വന്നിട്ട് തെണ്ടി പറയാൻ വേണ്ടിയിട്ട് എന്നുള്ളത് രീതിയിലേ പറയുള്ളൂ. എപ്പോഴും നല്ല പോസിറ്റീവ് അല്ല, ഓവർ ആയിട്ടുള്ളതൊന്നും പറയണ്ട, പുകഴ്ത്തി പറയണ്ട. നല്ല കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളെ കാണാൻ ഇഷ്ടപ്പെടും. അത് എല്ലാവരും ചിന്തിക്കുക. ഒരാൾ വേദനിപ്പിക്കുന്ന കാര്യത്തിലേക്ക് ഒരു ദിവസം നമ്മൾ കടക്കാതിരിക്കുക. ഒരിക്കലും ഒരാൾ മനസ്സ് വേദനിപ്പിച്ചിട്ട് നമ്മൾ എന്താ കിട്ടുന്നത്?
എനിക്ക് ഈ സോഷ്യൽ മീഡിയയിലും പുറത്ത് എല്ലായിടത്തും നടക്കുന്ന മലയാളികളുടെ ഇടയിൽ പ്രത്യേകിച്ച് നടക്കുന്നതാണ്. ഒരാൾക്ക് വിഷമം തരുന്ന കാര്യങ്ങൾ പരമാവധി സോഷ്യൽ മീഡിയയിൽ പൊതുവെ എല്ലാവർക്കും ഭയങ്കര ഫ്രസ്ട്രേഷൻ ആണെന്ന് തോന്നും. ചാൻസ് കിട്ടി അപ്പം ചെയ്ത് തുടങ്ങും. അത് ഭയങ്കര ഭീകരതയാണ്. അത് ഭയങ്കര നമ്മളങ്ങനെ ചെയ്യരുത്. അതൊരു പാപമായിട്ട് തന്നെയാണ്. പുതിയ 10 കൽപ്പനകളിൽ ഒരു 11 ആക്കണം. കാരണം സോഷ്യൽ മീഡിയയിലൂടെ മറ്റുള്ളവരെ കരുതേച്ച് കാണിക്കുന്നത് ഏറ്റവും ദ്രോഹമാണെന്ന് കൂടി കരുതണം. കാരണം അതെ, ഇപ്പോഴാണെങ്കിൽ ജീസസ് ആയിട്ട് താങ്കൾ അഭിനയിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ പിന്നെ 10 കൽപ്പനകൾ 11 കൽപ്പനകൾ ആക്കാനുള്ള ഒരു 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 അധികാരം ചേട്ടനിപ്പോ ഉണ്ട്, ഇല്ലേ? മറ്റുള്ളവരെ വേദനിപ്പിക്കരുത്. അതെ, അതാണ് ചേട്ടന്റെ 11ാമത്തെ കൽപ്പന. മറ്റുള്ളവരെ വാക്കുകൾ കൊണ്ടോ നോട്ടം കൊണ്ടോ വേദനിപ്പിക്കരുത്. കൽപ്പനകളുടെ കാര്യം പറഞ്ഞപ്പോഴേ പല ആക്ടേഴ്സിനും ചില റൂൾസ് ഒക്കെ ഉണ്ട്. ഇപ്പം ഏതോ ഒരു ആക്ടറിന്റെ ഞാൻ റീസെന്റ് ആയിട്ട് വായിച്ചത്, തമിഴിലെ ഒരു ആക്ടർ, അദ്ദേഹം ഈ വയലൻസ് ഉള്ള സിനിമകളിലൊന്നും അഭിനയിക്കത്തില്ല. കാരണം കുട്ടികളെ, പിന്നെ ഒരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പം വേറൊരു സിനിമയ്ക്കും ഡേറ്റ് കൊടുക്കത്തില്ല. ആ സിനിമ കഴിഞ്ഞിട്ട് മാത്രമേ അടുത്ത ഡേറ്റ് കൊടുക്കൂ. അങ്ങനത്തെ കുറേ റൂൾസ് ഉണ്ട്. ടിനി ടോം ചേട്ടൻ അങ്ങനത്തെ റൂൾസ് ഉണ്ടോ? റൂൾസ് ഉണ്ട്. കാരണം ഈ അടുത്തൊരു ചിത്രം എനിക്ക് വന്ന്, അതായത് സ്വന്തം മകളെ പീഡിപ്പിക്കുന്നു, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ പീഡിപ്പിക്കുന്നു, നായകനാണ് എൻ്റെ കഥാപാത്രം, നല്ലൊരു സെറ്റപ്പിലൊക്കെയാണ്. ഞാൻ പറഞ്ഞു ഇത് ഞാൻ ചെയ്യില്ല. അപ്പോൾ അവർ പറഞ്ഞു ഒരു ആക്ടർ അത് ചെയ്യണ്ടേ, അത് പ്രൂവ് ചെയ്യേണ്ടതല്ലേ. എനിക്ക് അങ്ങനെ പ്രൂവ് ചെയ്യണ്ട, അത്രയും കഴിവുണ്ടെന്ന് എനിക്ക് തെളിയിക്കേണ്ട. എൻ്റെ എത്തിക്സ് അത് സമ്മതിക്കില്ല. നമ്മുടെ നാട്ടിൽ നമ്മൾ വളർന്നിരിക്കുന്ന സിറ്റുവേഷൻ, നമ്മൾ എങ്ങനെയാണ് വന്നത്, അത് ആ ഒരു സമൂഹത്തിനെ വെറുപ്പിച്ചുകൊണ്ടൊരു കഥാപാത്രം എനിക്ക് താല്പര്യമില്ല. അങ്ങനെ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം 5 സുന്ദരികൾ എന്ന് പറയുന്ന സിനിമയിൽ ആദ്യത്തെ സിനിമ ആ കാണിച്ചതിൽ ഒരു കുഞ്ഞിനെ, അയാളുടെ മുഖം കാണുന്നതേ നമുക്ക് വെറുപ്പാണ്. ആ സിനിമ മൊത്തം അതിൻ്റെ ഒരു ഹാങ് ഓവർ ആയിരുന്നു. ആ പടം ചിത്രം കണ്ടു. ശരിക്കും അത് ഫസ്റ്റ് ഫിലിം കണ്ടു കഴിഞ്ഞ് പിന്നെ ഇറങ്ങിപ്പോ ഒന്നും കാണിച്ചിട്ടില്ല, അതിലൊന്നും കാണിച്ചിട്ടില്ല. പക്ഷെ എന്നാൽ പോലും ഭയങ്കര ഡിസ്റ്റർബിങ് ആയി. അപ്പം ഞാൻ ചിരിപ്പിച്ചിട്ടേ ഉള്ളൂ ഈ ലോകത്തിന്. അതിൻ്റെ ഇടയ്ക്ക് വില്ലൻ ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെയൊക്കെ എത്തിക്സ് വിട്ടിട്ടുള്ളൊരു വില്ലനാവണ്ടായിരിക്കും. നെഗറ്റീവ്സൊക്കെ കാണിക്കാൻ വരാം. പക്ഷെ ആ തിന്മയ്ക്ക് അവസാനം തിന്മയാണ് അയാൾ അനുഭവിക്കുന്നുണ്ട്. അങ്ങനെ ഒരു എൻഡും വേണ്ടേ? ഇത് അങ്ങനെ ഒരു എൻഡും ഇല്ല ഞാൻ പറയുന്ന സിനിമയിൽ. ഇയാൾ ഇഷ്ടമുള്ളവരെ ജീവിക്കുന്നു, ഇഷ്ടമുള്ളവരെ പീഡിപ്പിക്കുന്നു, ഹണ്ട് ചെയ്യുന്നു. ഇത് തന്നെ പരിപാടി. അപ്പോൾ അങ്ങനൊരു ക്രൂരമുഖം ജനങ്ങളിൽ നിന്ന് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കുന്നതോടൊപ്പം നല്ലൊരു കലാകാരനാണ്, നല്ലൊരു കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി. ഇപ്പം ഞാൻ അഭിനയിച്ച സിനിമകൾ തന്നെ, ഇന്ത്യൻ റുപ്പി എന്ന് പറയുന്ന പടവും നമ്മൾ വേർക്കുന്ന കാശ് നിലനിൽക്കുള്ളൂ എന്ന് കാണിക്കുന്നത്. പ്രാഞ്ചിയേട്ടനിൽ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിലൂടെ, അത് തമാശപടമായിട്ടാണ് എല്ലാവരും കാണുന്നത്, പക്ഷേ വിദ്യാഭ്യാസത്തിലൂടെ ഒരുത്തിന് ജീവിതം കിട്ടുള്ളൂ. ഒരാളെ കൈപിടിച്ച് നടത്തുക എന്നുള്ളതാണ്. നമ്മളിലൊരു സെയിൻ്റ് ഉണ്ട്. ഇവർ എൻജിയേട്ടൻ്റെ അടുത്ത് ചോദിച്ചു, പുതിയൊരു ഡയറക്ടർ വന്നിട്ട് ചോദിച്ചു, നന്ദനവും പ്രാഞ്ചിയേട്ടനും ഒന്നല്ലേ, അതിൽ ലാസ്റ്റ് സെയിൻ്റ് വരും അല്ലേന്ന് ചോദിച്ചു. പക്ഷെ അതിനൊരു ഡെഫിനിഷൻ അദ്ദേഹം അപ്പോൾ കൊടുത്തില്ല. നീ ഒരു കാര്യം ചെയ്യും, രാത്രി 9 മണിയാകുമ്പോൾ നമ്മൾ പിരിയും, ആ സമയത്ത് ഞാൻ പറയാമെന്ന് പറഞ്ഞു. അതൊരു ഒറ്റ ഡെഫിനേഷനേ കൊടുത്തുള്ളൂ. നന്ദനം എന്ന ചിത്രത്തിൽ ദൈവമുണ്ട് എന്നാണ് കാണിക്കുന്നത്. പ്രാഞ്ചിയേട്ടൻ എന്ന് പറയുന്ന സിനിമയിൽ ദൈവമില്ല, നമ്മൾ തന്നെയാണ് ദൈവം. നമ്മളാണ് സെയിൻ്റായി മാറുന്നത്, നമ്മളാണ് സെയിൻറ്റ്. അത് ഭയങ്കര വ്യത്യാസമായി പോയി. അവൻ ഞെട്ടിപ്പോയി. പുതിയൊരു ഡയറക്ടറാണ്, ഭയങ്കര സെൻസിബിൾ ആയിട്ടുള്ള ഡയറക്ടറാണ്. പക്ഷെ അയാൾ ഞെട്ടിപ്പോയി. ഇത്രയും ഇതുണ്ടല്ലോ എന്നുള്ളത് പുള്ളിയെ മനസ്സിലാക്കിയത്. അപ്പോൾ അതിൻ്റെ ഒരു സെൻസ് അതാണ്. സ്പിരിറ്റ് എന്ന് പറയുന്ന ചിത്രത്തിൽ മദ്യം കൊണ്ട് ലോകത്തിൽ ആരും രക്ഷപ്പെട്ടിട്ടില്ല, എല്ലാവരും തകർന്നിട്ടേ ഉള്ളൂ. മദ്യം ഒഴിച്ചു കൊടുക്കുന്ന ഒരാളാണ് ഞാൻ തന്നെയാണ് ഉപദേശിക്കുന്നത് കഴിക്കരുതെന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് നമ്മൾ ചെയ്തു പോയ കഥാപാത്രങ്ങൾ എടുത്ത് നോക്കുമ്പോൾ എന്തെങ്കിലും സെൻസിബിൾ ആയിട്ടുള്ളതല്ല. അപ്പം നല്ലൊരു മെസ്സേജ് ഉള്ള സിനിമകളെ ചെയ്യത്തുള്ളൂ. പിന്നെ ചേട്ടൻ്റെതായ ഒരു ലിമിറ്റ് ചില കാര്യങ്ങൾക്ക് വെച്ചിട്ടുണ്ട്, അത് കടന്നു ചെയ്യത്തില്ല. വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറൊന്നുമില്ല, അതൊക്കെ ഉള്ളു നമ്മുടെ ഇത്. അല്ലാണ്ട് ഇത്രയും രൂപ തന്നാലേ അഭിനയിക്കുള്ളൂ എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ചേട്ടന് ഒരു 2 ലക്ഷം രൂപ തരാം. അല്ല, കാശല്ലല്ലോ. കാശ് എൻ്റെ പിന്നാലെ വന്നതാണ്. ഞാൻ ഇഷ്ടപ്പെട്ടത് അഭിനയിക്കാനാണ്. എത്രയോ സിനിമകളിൽ ഒന്നും പറയാതെ നമ്മൾ അഭിനയിക്കുന്നു. ചേട്ടന് ഇനി കാശ് വല്ലതും കിട്ടാനുണ്ടോ? അങ്ങനെയൊക്കെ കിട്ടാനുള്ള പ്രശസ്തരായ പല സംവിധായകൻ ചെക്ക് എൻ്റെ ഇരിപ്പുണ്ട്. പക്ഷെ ഞാൻ അതൊന്നും ആഗ്രഹിച്ചല്ല വന്നത്. എനിക്ക് സിനിമ ചെയ്യണം. ശരിയാണ്, ചില നല്ല സിനിമകളുടെ കഥകളൊക്കെ വരുമ്പോഴത്തേക്കും അതൊന്നും ഒരു കാര്യമല്ല. ആ നല്ല സിനിമ ചെയ്യാൻ പറ്റുന്നല്ലോ, നല്ല കുറെ ആർട്ടിസ്റ്റ്. അത് ഹിസ്റ്ററിയായി മാറുകയല്ലേ, അതിന്റെ ഭാഗമായി മാറുക. ഇങ്ങനെയൊക്കെ ഇരിക്കാൻ പറ്റുന്നത് തന്നെ വലിയ ഭാഗ്യം. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവാണ്. അത് എന്റെ ചോദ്യമല്ല, വേറൊരാളുടെ ചോദ്യം. ഹായ് ചേട്ടാ, നമസ്കാരം. സുഖമാണെന്ന് വിശ്വസിക്കുന്നു. മിമിക്രിയും സിനിമയും ജീവിതവുമെല്ലാം ദൈവാനുഗ്രഹത്താൽ നല്ല രീതിയിൽ പോകുന്നു എന്നറിയുന്നതിൽ സന്തോഷം.
ഞാനടക്കമുള്ള ഒരുപാട് കലാകാരന്മാരെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ടിനിച്ചേട്ടൻ. ചിലപ്പോൾ ടിനിച്ചേട്ടന് പോലും ഓർമ്മ ഉണ്ടാവില്ല, ചാനൽ റിയാലിറ്റി ഷോയിലൂടെ ആണ് ഞാനടക്കമുള്ള ലിറ്റിൽ സ്റ്റാർസ് എന്ന ടീം ജനങ്ങളുടെ ഇടയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയത്. ഇപ്പോൾ ഒരുപാട് സിനിമകളിൽ ചെറുതാണെങ്കിൽ പോലും ഭാഗമാവാൻ എനിക്ക് കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഗോഡ് ഫാദർ കൂടിയാണ് ടിനിച്ചേട്ടൻ. അതിനൊരു താങ്ക്സ് അറിയിക്കുന്നു. ടിനിച്ചേട്ടാ, എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. പൊക്കമില്ലായ്മയാണോ പൊക്കക്കാരനാവുന്നതാണോ ജീവിതത്തിലെ ഏറ്റവും വലിയ പൊക്കം? ആ കൺഫ്യൂഷൻ ആയില്ലേ? അതൊക്കെ ചെറിയൊരു നമ്പറാണ്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ടിനിച്ചേട്ടൻ ഒന്ന് പറയൂ. ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എനിക്കും കൂടെ അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. ചേട്ടാ പറയൂ. ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും വിൽ പവർ ഉള്ള ഒരാള് ലോകത്ത് വെച്ചിട്ട് പക്രുവാണ്. എൻ്റെ മുട്ടോളം വലിപ്പമുള്ളൂ. അതെന്താ അങ്ങനെ പറയാൻ കാരണം? വിൽ പവർ എന്ന് പറഞ്ഞാൽ അവൻ ആ ഒരു രൂപം വെച്ചിട്ട് എന്തൊക്കെ നേടി. അവൻ്റെ പേര് ഞാൻ പറയണ്ട, തമാശക്ക് പറയണ്ട്, അവൻ്റെ പേര് ഗിന്നസ് എന്ന് പറയുന്ന പുസ്തകത്തിലാണ്. എൻ്റെ പേര് ഇപ്പോഴും പലചരക്കടയിലെ മറ്റു പുസ്തകത്തിലാണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് വിരലിലെണ്ണാവുന്നവർ മാത്രമാണ് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ വന്നിരിക്കുന്നത്. അതിൽ ഇവൻ എത്താമെങ്കിൽ നമുക്കൊക്കെ എവിടം വരെ എത്താം. പലരും ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇരിക്കുന്ന കണ്ടിട്ടുണ്ട്. ചിലർ നിറവില്ല, എനിക്ക് ഭംഗിയില്ല, എനിക്ക് ഉയരമില്ല എന്നൊക്കെ പറയുന്നവരോട് കാണിച്ചു കൊടുക്കാനുള്ള ഏറ്റവും വലിയ എക്സാമ്പിൾ അല്ലേ പക്രു എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും വലിയ പൊക്കം. ഇവൻ ചോദിച്ചതിൻ്റെ ഏറ്റവും വലിയൊരു ഉത്തരം എന്ന് പറയുന്നത് അത് തന്നെയാണ് ഏറ്റവും വലിയ പൊക്കം എന്ന് പറയുന്നത്. ഈ ഡിഷും എന്ന് പറയുന്ന ചിത്രം തമിഴിൽ ഉണ്ടായിരുന്നു, വിശാലാണ് അതിൽ. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ജയ് ആണ് ഹീറോ. അപ്പോൾ തമിഴ് പടം പക്രു അഭിനയിച്ചിരിക്കുന്നത് സൂര്യയുടെയും വിജയുടെയും ഇവരുടെയൊക്കെ ഒപ്പമാണ് അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റിലീസ് സമയത്ത് ഞങ്ങൾ ചിലപ്പോൾ ചെന്നൈയിലുണ്ടെങ്കിൽ ഒരുമിച്ച് സിനിമ കാണാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ റിലീസിൻ്റെ ഇത് പ്രീമിയർ ഷോന് ഞാനും ഇവനും കൂടി ഇരിക്കുകയാണ്. അപ്പോൾ പല തമാശകൾ ഞങ്ങൾ ഒരുമിച്ച് സ്റ്റേജിൽ ചെയ്തിട്ടുള്ള സംഭവങ്ങൾ അവിടെ തമിഴിൽ കോടികൾക്ക് വിറ്റഴിക്കുകയാണ്. അവിടെ ഭയങ്കര ആൾക്കാരിൽ നിന്ന് കൈയടിക്കുമ്പോൾ ഞാൻ സന്തോഷിക്കുകയാണ്, നമ്മൾ ചെയ്ത കോമഡിയാണ്. അന്ന് അവിടെ വെച്ചിട്ട് ആ ഒരു സിനിമയിലൊരു ഡയലോഗുണ്ട്. പക്രു എന്ന് പറയുന്നത് അതിൻ്റെ അത് വില്ലനായിട്ട് അഭിനയിക്കുന്നത് ഈ പടത്തിൽ, ഡിഷു എന്ന് പറയുന്ന പടത്തിൽ നെഗറ്റീവ് ക്യാരക്ടറാണ്. അതായത് പിള്ളേരൊക്കെ പേടിപ്പിച്ച് മിഠായി മേടിക്കുക, കാശ് മേടിക്കുക. അപ്പോൾ ഒരാൾ വന്നിട്ട് ചോദിക്കുന്നത്, നിനക്ക് ഇങ്ങനെ ജീവിക്കാൻ നാണമില്ലേ? കാരണം പാവങ്ങളിലേക്ക് പേടിപ്പിച്ചിട്ട് കാശ് മേടിച്ചിട്ട് തെറ്റ് ചെയ്യാൻ നിനക്ക് വിഷമമില്ലെന്ന് ചോദിച്ചു. അപ്പോൾ ഇവൻ തിരിഞ്ഞു നിന്നിട്ടൊരു ചോദ്യം ചോദിക്കുന്നത്, തെറ്റ് ചെയ്യാത്ത ആരാ ഉള്ളത്? ദൈവം വരെ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ചോദിക്കും. അപ്പോൾ തിരിച്ചാൾ ചോദിക്കും, ദൈവം എന്ത് തെറ്റ് ചെയ്തത്? അതല്ല ഞാൻ, ദൈവത്തിന് പറ്റിയ തെറ്റാണ്. ആൾക്കാർ എഴുന്നേറ്റ് നിന്നിട്ട് കണ്ണ് നിറഞ്ഞുകൊണ്ട് കൈയടിക്കുക. അത് ഭയങ്കര ഫീലിങ്സ് ആയി പോയി. അതിനവൻ സന്നദ്ധനാകുന്നു. അതുപോലെ നമ്മൾ സ്റ്റേജിൽ അവനെ കളിയാക്കാനാണ് അവൻ കോമഡി ഉണ്ടാക്കുന്നത്. അത് ഞാൻ പക്രു ചേട്ടനിൽ കണ്ടിട്ടുള്ള ഒരു കാര്യം കേട്ടോ. പുള്ളിക്കാരന്റെ സൈസിനെയോ അല്ലെങ്കിൽ എന്തിനാണെങ്കിലും അങ്ങോട്ട് കളിയാക്കിയാലും അതൊരു കോമഡി ആയിട്ട് എടുക്കാനും അത് ആ ഒരു സ്പിരിറ്റിൽ എടുക്കാനുള്ള ആ ഒരു ഇതുണ്ടല്ലോ. എന്നെയൊക്കെ നിനക്ക് നീളം കുറവാടി എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ഇരിക്കും. പക്ഷെ പക്രു ചേട്ടൻ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ശ്രീനിയേട്ടൻ. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ആക്ടറാണ്. അതായത് അദ്ദേഹം എത്രയോ തമാശകൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒരു ദ്വയാർത്ഥ പ്രയോഗം ഇതുവരെയായിട്ട് നടത്തിയിട്ടില്ല. പക്ഷെ നമ്മുടെ എല്ലാവരും മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയല്ലേ. ഒരു മോശം രീതിയിൽ ഉള്ളൊരു ഡയലോഗിലൂടെ കോമഡി ഉണ്ടാക്കാനോ തെറി പറയും ഒന്നുമില്ലാതെ ലെജൻഡാണ് അവർ. അപ്പോൾ അത് തന്നെയാണ് പക്രു ചെയ്തിരിക്കുന്നത്. അവനെ മാർക്കറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ വിഷമിച്ചിരിക്കാതെ നമ്മളുടെ കുറവുകൾ നമ്മൾ മാർക്കറ്റ് ചെയ്യുക. നമുക്ക് എന്തോ കാരണം കൊണ്ടായിരിക്കും നമ്മൾ ഇങ്ങനെയൊക്കെ ആക്കിയായിരിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് കണ്ടെത്തുക. ഇങ്ങനെയൊക്കെ പറയുന്ന ഞാൻ പോലും മാനസികമായിട്ട് വിഷമിക്കാറുണ്ട്. അല്ല, നമുക്ക് വിഷമമില്ലാത്തവര് നമ്മള് ബ്രൂണോ സുൽത്താന്റെ മോനായിട്ടൊന്നുമല്ലോ ഞാൻ ജനിച്ചത്. അങ്ങനത്തെ വിഷമല്ല. ഇപ്പൊ സ്വന്തം രൂപത്തിൽ ഇത് എനിക്ക് നിറം പോരാ അല്ലെങ്കിൽ എനിക്ക് അത് പോരാ രൂപത്തിലൊന്നും അല്ലല്ലോ. നമ്മള് രൂപത്തിലൊന്നും അല്ലാതെ നമുക്ക് എത്രയോ പ്രശ്നങ്ങളുണ്ട്. ഈ നന്ദിനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്. നമ്മൾ ഈ ഒരു കോണ്ടെക്സ്റ്റ് നിൽക്കുന്നതുകൊണ്ട് ഞാൻ ചോദിച്ചതേ ഉള്ളൂ ആ രൂപത്തിനെ പറ്റി. ഞാനൊക്കെ സീറോ ബാങ്ക് ബാലൻസിൽ ജീവിതം തുടങ്ങിയവനാ. അതായത് വീട്ടിൽ സ്വത്തില്ലാഞ്ഞിട്ടൊന്നുമല്ല, ഞാൻ ഈ കല ഇഷ്ടപ്പെടുന്നതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് റിസ്ക് എടുത്ത് അങ്ങനെ പോകുമ്പോഴും ഇവനെ ഞാൻ വിളിക്കും. എനിക്കൊരു കാർ എടുക്കണമെന്നുണ്ട്, വണ്ടി മേടിക്കണം, പുതിയതായിട്ടൊരു വണ്ടി എടുക്കാൻ പോവാണ്. അപ്പോൾ ചെറിയൊരു വണ്ടിയൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഒരു മാരുതിയൊക്കെ മാക്സിമമാണ്. ഇവൻ പറഞ്ഞാൽ നമ്മൾ സ്കോർപ്പിയോ എടുക്കുന്നു. ഞാൻ ഞെട്ടിപ്പോയി. 10-15 വർഷം മുമ്പുള്ള കാര്യം പറഞ്ഞത്. ഞാൻ സ്കോർപ്പിയോ ഇറങ്ങിയിട്ടുള്ളപ്പോൾ നമ്മളെടുക്കുന്നു. ഞാൻ ഇവനും കുട്ടി പോവാണ് ബുക്ക് ചെയ്യാനായിട്ട്. ഞാൻ കയ്യും കാലം പിറക്കണം, മാസം 12,000 രൂപ അടക്കണം. ഇതെങ്ങനെ പറ്റും? എടാ, ഇത്രയുള്ള ഞാൻ ലോൺ എടുത്തിട്ട് വീട് പണിത്, അപ്പം നിനക്ക് എന്തൊക്കെയാവാം? നിനക്ക് കയ്യും കാലിനും നീളൂല, പണിയെടുത്തു കൊടുക്കാന്ന് വെച്ചാൽ അത് ഭയങ്കര ഒരു പ്രൊവോക്കേഷൻ. നമുക്കിനി നമ്മൾ തീർച്ചയായിട്ടും എടുക്കൂടാ, എടുത്ത് അത് നിസ്സാരമായിട്ട് നമ്മൾ അടച്ചു തീർത്ത് പറഞ്ഞില്ല. പിന്നെയാണ് ഇത് അവൻ പറഞ്ഞത്,
നിന്റെ ധൈര്യത്തിന് എൻ്റെ ധൈര്യത്തിനൊന്നും എടുത്തല്ല, എൻ്റെ ആഗ്രഹമായിരുന്നു ഒരു സ്കോർപിയോയിൽ കിടന്നു പോകണമെന്ന്. അവൻ്റെ ആഗ്രഹത്തിന് എന്നെ ബലി കൊടുത്താണ്. ഞാനെങ്ങനെ ഇല്ലെങ്കിൽ അകത്ത് പോയി കിടക്കേണ്ടി വരും. അവൻ എന്തായാലും ജയിലിൽ കിടക്കേണ്ടി വരില്ല, അഴിയുടെ ഇടയിൽ കൂടി പോരുമല്ലോ. പിന്നെ അതുപോലെ തന്നെ ഈ ചേട്ടൻ പറഞ്ഞ ഒരു കാര്യം, ചേട്ടൻ അവരുടെ ഗോഡ് ഫാദർ ആണ്. അത് ഇവരൊരു അസോസിയേഷൻ ഉണ്ടാക്കി. എന്നിട്ട് ഇവൻ വിളിച്ചു പറഞ്ഞു, ബക്രു എന്നെ വിളിച്ച് പറഞ്ഞു, നമ്മൾ അസോസിയേഷൻ ഉണ്ടാക്കണം, നീ എറണാകുളത്ത് റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലും, ഇവർ വരുമെന്ന് കാണണം, ഒരു മുതലാളി ഉണ്ട്, പുള്ളിനെ പോയി കണ്ടിട്ട് കുറച്ച് കാശ് മേടിക്കണം. ഇതൊക്കെ എൻ്റെ തലയിലേപ്പിച്ചേക്കണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു, ആളെ കണ്ട് ഞാൻ സംസാരിക്കാം. എല്ലാ ജോലികളും ഞാൻ പറഞ്ഞ് ആളെ കണ്ട് സംസാരിക്കാം, എനിക്ക് പിരിവിനൊന്നും പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ചെല്ലുമ്പോൾ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സൊക്കെ കാത്തുക. ഇവർ കുറച്ച് പേര് ഇത്രയുള്ള കുറേ ആൾക്കാരുണ്ട്. ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് എന്നെ വിളിച്ചു, താൻ ഇവരുടെ ആളാണല്ലോ, ഇവരെ പിടിക്കാൻ നടക്കണ തന്നെ. ഇവരൊക്കെ കൂടി എൻ്റെ വണ്ടിയിലോട്ട് കയറിയ. അപ്പൊ ഞാൻ ഏതാണ്ട് പക്രുവിനെ വളർത്തണ പോലെ അവരെ ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാർ. അവരെന്ന് പറഞ്ഞാൽ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ പൂർണ്ണരാണ്. അവർ ഒരു വൃത്തി ഉണ്ടാവും ചെയ്യുമ്പോൾ, പെർഫെക്ഷൻ ആയിരിക്കും, സ്ഫുടത, എല്ലാം എന്താണോ കുറവ് ദൈവം കൊടുത്തിട്ടുള്ളത് അതെല്ലാം എക്സ്ട്രാ ആയിട്ട് അവർക്ക് വേറെ രീതിയിൽ ടാലന്റിലൂടെ കൂടുതലായിട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ടൈമിംഗ് ആയിരിക്കും അവർക്ക് പെർഫോം ചെയ്യുമ്പോൾ. അപ്പൊ അല്ല, ചേട്ടൻ ഇവരുടെ ഗോഡ് ഫാദർ എന്ന് വിളിക്കപ്പെടുന്നതിന്റെ പിന്നിലെ കഥ പറഞ്ഞില്ല. ഗോഡ് എന്ന് പറഞ്ഞാൽ ദൈവം, ഫാദർ എന്ന് പറഞ്ഞാൽ അപ്പൻ. ചേട്ടൻ ഇനി ഇവരുടെ എല്ലാവരുടെയും പിതാവാണ് എന്നൊന്നും പറയരുത്, അതൊന്നും ഞാൻ സമ്മതിച്ചായിരുന്നില്ല. അല്ല, ഈ അങ്ങനെ ഒരു പേര് അവർ പറഞ്ഞത് ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഞാൻ അതിനും വേണ്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ ഇവരിലുള്ള ആൾക്കാരെ നമ്മൾ പല സ്ഥലത്തും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ റിയാലിറ്റി ഷോസ് വരുമ്പോൾ ഓരോ ഗ്രൂപ്പിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അതൊക്കെയല്ലേ ഉള്ളൂ. എൻ്റെ പരിധിയിൽ നിൽക്കുന്നത് നമ്മൾ നന്മകൾ ചെയ്യാൻ പറ്റുന്ന പരമാവധി നന്ദിനി ചെയ്യുക ജീവിതത്തിൽ. ഒരു ദിവസം നമ്മൾ എടുത്തു നോക്കുക, ഇന്ന് എത്ര നന്മ. ഇത് ഞാൻ ഫിലോസഫി പറയണതല്ല കേട്ടോ. നമ്മളിൽ സന്തോഷം വരുത്താനുള്ളൊരു പരിപാടിയാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ സന്തോഷിക്കണമെങ്കിൽ മറ്റുള്ളവരെ നമ്മൾ സന്തോഷിപ്പിക്കണം. ടിനി ചേട്ടനെ ഇതുപോലെ ഗോഡ് ഫാദർ എന്ന് ഇൻഡസ്ട്രിയിൽ വിളിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. ഇപ്പോൾ ഈ എറണാകുളത്തിൻ്റെ എത്രയോ ഡയറക്ടേഴ്സൊക്കെ നമ്മൾ ഇത്രയും കാലം കണ്ടിട്ടും കണ്ടില്ല എന്നടിച്ച് ഒരാൾക്കാർക്ക് ഒരുപാട് പേരുണ്ട്. അവസരം നമ്മളിതിൽ നടക്കുന്നതാണെന്ന് അറിഞ്ഞിട്ടും നമുക്ക് ഇതുവരെയും അവസരം തരാത്ത ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് തന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ എൻ്റെ ഗോഡ് ഫാദേഴ്സ്. അല്ല, അങ്ങനെ ഒരാളുടെ പേരെടുത്ത് പറയാൻ പറഞ്ഞാൽ എനിക്ക് ഇപ്പോൾ ഞാൻ സെയിൻറ്റ് എന്ന ചിത്രം അറിയാലോ, പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിൻറ്റ്. അതിൽ 2-3 പുണ്യാളന്മാരെ ഞാൻ കണ്ടു. ഒന്ന് രഞ്ജിയേട്ടൻ, മമ്മൂക്ക. സെയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ കൃത്യമായിട്ട് പള്ളിയിൽ പോവുക, അവിടെ കടന്ന് ഇഴയുക, മറിയുക, മല കയറുക. നമ്മൾ സ്വയം നമ്മളെ പീഡിപ്പിച്ചുകൊണ്ട് നമ്മൾ സെയിൻ്റ് ആവില്ല. നമ്മുടെ കൂട്ടത്തിലുള്ളവർക്ക് നമ്മളൊരു സഹായം ചെയ്യുമ്പോൾ, ഇപ്പോൾ എൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ നന്ദിനിയാണെങ്കിൽ നന്ദിനിക്കൊരു അവസരം ഞാൻ കൊടുക്കുമ്പോൾ അത് ഞാൻ ഒരു പുണ്യാളം ചെയ്യുന്നു. നമുക്കൊക്കെ എല്ലാവർക്കും പുണ്യാളന്മാരാവാം, ഇത് വലിയ സംഭവമൊന്നുമില്ല. നമ്മൾ പുണ്യാളന്മാരത് പ്രാർത്ഥിക്കുകയും വേണ്ട, അവരൊക്കെ നമ്മുടെ മീഡിയേറ്റേഴ്സാണ്, നമുക്ക് പോവാം. ടിനി ചേട്ടൻ മനസ്സിൽ തട്ടിയാണ് ഒത്തിരി നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞത്, നമ്മൾ നന്മ ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പക്ഷേ എന്നോട് വേറൊരു കഥ ഹരിശ്രീ അശോകൻ ചേട്ടനില്ലേ, അദ്ദേഹം പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ, എനിക്ക് വളരെ നല്ല മനസ്സുള്ള ഒരാളാണ്, ഞാൻ നന്മ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്, പക്ഷെ പലരും എന്നെ പറ്റിച്ചിട്ട് പോയിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പം ഞാനൊന്ന് സൂക്ഷിച്ചേ നന്മ ചെയ്യത്തുള്ളൂ. ഇതുപോലെ പറ്റീരോ അങ്ങനത്തെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അതൊക്കെ സംഭവിക്കാറുണ്ട്. പക്ഷെ നമുക്ക് അതുകൊണ്ടൊന്നും നഷ്ടം വരില്ല. കാരണം നമ്മൾ വളരെ സത്യസന്ധമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും നന്മയെ വരുള്ളൂ. ഈ പറ്റിച്ച ആൾക്കാർ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. ചേട്ടനെ പറ്റിച്ചിട്ടുണ്ടോ? എൻ്റെ കൂടെ 5, 6, 7, 8, 9, 10, 11 ഇത്രയും വർഷം ഒരുമിച്ച് ഒരേ ബെഞ്ചിൽ പഠിച്ച എൻ്റെ അടുത്ത സുഹൃത്ത് എന്നെ പറ്റിച്ചിട്ടുണ്ട്. പക്ഷെ അവൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവന് നിസ്സാരമായിട്ട് കുറച്ച് കാശ് കൊണ്ടാണ് എന്നെ പറ്റിച്ചത്. പക്ഷെ അവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കുടുംബമില്ല, അവന് അമ്മയില്ല, മരണങ്ങളൊക്കെ ഭയങ്കര ദുരന്തപൂർണ്ണമാണ്. അവൻ്റെ ജീവിതം അവന് ഒളിച്ചേ ജീവിക്കാൻ പറ്റുന്നുള്ളൂ, പബ്ലിക്കായിട്ട് രംഗത്ത് വരാൻ പറ്റുന്നില്ല. അപ്പോൾ എന്നെ കരുവാക്കി, എൻ്റെ നിഷ്കളങ്കത കരുവാക്കി. പക്ഷെ എനിക്കതുകൊണ്ടൊന്നും നഷ്ടം വന്നിട്ടൊന്നുമില്ല. ഞാനിപ്പോൾ വണ്ടി മേടിച്ച കാര്യം പറഞ്ഞില്ല, ആ രീതിയിൽ പറ്റിച്ച ആൾക്കാരുണ്ട്. അവർ ദുരന്തങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നു, ഹോസ്പിറ്റലൈസ് ആയ വേണ്ടി വന്നു, കാശ്. അതൊക്കെ ഈ കാലചക്രം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ദൈവം എന്ന് പറഞ്ഞൊരു ശക്തിയുണ്ട്. അപ്പം നമ്മൾ നല്ലത് നമ്മൾ ചെയ്യേണ്ടതൊക്കെ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുക, പറ്റിക്കപ്പെടരുത്. പക്ഷെ അറിഞ്ഞുകൊണ്ട് വരരുത്. ഇത് ഞാൻ നല്ലത് വിചാരിച്ചിട്ട് അവൻ ഇങ്ങനെ പറ്റിക്കുമെന്ന് വിചാരിച്ചെങ്കിൽ ഞാൻ ചെയ്യില്ലായിരുന്നു. അങ്ങനെ പോയി ചാടരുത്. വരുന്നതിനും പോണതിനൊക്കെ ഇതൊക്കെ അറിഞ്ഞിട്ട് ചെയ്യാവൂ. അത് നമ്മുടെ കടമയാണ്, നമ്മുടെ ഭാഗത്തുനിന്ന്. പിന്നെ നമ്മളെക്കുറിച്ചല്ല പറയേണ്ടത്, മറ്റുള്ളവർ പറയണം. ഇപ്പോൾ വേറൊരാൾ പറയുമ്പോഴാണ് നമുക്ക് അതിന് സന്തോഷം. അല്ലാണ്ട് ഞാൻ ചെയ്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യണമെന്ന് വിളിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല.
ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക്. ഞാൻ ഇദ്ദേഹത്തെ പറ്റിയിട്ട് ഇതുവരെ വളരെ പ്രകടമായ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല. ടിനി ടോം ചേട്ടന്റെ വളരെ അടുത്ത സുഹൃത്താണ്. ഒത്തിരി പ്രാവശ്യം ഇപ്പോൾ ഓൾറെഡി തന്നെ ഷോയിൽ ആ പേര് പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ സ്വന്തം പക്രു ചേട്ടൻ. പലർക്കും ഒരു അത്ഭുതമാണ്, എങ്ങനെയാണ് ശരിയാണ്, നമുക്ക് എല്ലാവർക്കും ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടാവാറുണ്ട്. പക്ഷെ നിങ്ങളുടെ തമ്മിലുള്ള ഒരു റിലേഷൻ എന്ന് പറയുന്നത് കുറച്ചൊരു സ്പെഷ്യൽ റിലേഷനാണ്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാണ് ഇത്രയും ക്ലോസ് ഫ്രണ്ട്സായി മാറിയത്? ആദ്യം ഞങ്ങളിങ്ങനെ നടക്കണമെന്നിട്ട് നിങ്ങൾ ഭാര്യയും ഭർത്താവാണെന്നൊക്കെ അവരെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പം പറയും നമുക്ക് കല്യാണം കഴിക്കാം, അല്ലെങ്കിൽ സംശയിക്കും ആൾക്കാർ. ഇപ്പം അങ്ങനെയുള്ള കല്യാണങ്ങളുണ്ടല്ലോ അല്ലേ, അങ്ങനെയുള്ള പരസ്യങ്ങൾ വരെ ഇറങ്ങി തുടങ്ങിയല്ലേ. അപ്പോ ഞാൻ ആദ്യം കെട്ടി, പിന്നെ അവനും കെട്ടി. അപ്പൊ പിന്നെ പ്രശ്നം തീർന്നു. പിന്നെ കുഞ്ഞാണോ എന്ന് ചോദിക്കാൻ തുടങ്ങി. ഇവനെ എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഓരോ കുട്ടികളായി. അപ്പൊ ആ പ്രശ്നം തീർന്നു. അതെ, അപവാദങ്ങളെ എല്ലാം തല്ലി തകർത്തുകൊണ്ട്. പിന്നെ അതെ, ഞങ്ങൾ തമ്മിൽ കോമ്പറ്റീഷൻ ഇല്ല. എനിക്ക് കിട്ടേണ്ട പോലീസ് വേഷം അവന് ചെയ്യാൻ പറ്റില്ല, അവന് കിട്ടേണ്ട ഗുണ്ടവേഷം എനിക്കും ചെയ്യാൻ പറ്റില്ല, അവൻ്റെ രീതിയിലുള്ള വേഷങ്ങൾ. പിന്നെ ജനങ്ങൾക്ക്, അത് ഞാൻ തമാശയായിട്ട് പറഞ്ഞു, ജനങ്ങൾക്ക് ഇങ്ങനെ രണ്ട് എക്സ്ട്രീംസ് സ്റ്റേജിൽ കാണുന്നത് തന്നെ ഒരു അത്ഭുതമാണ്. 6 അടിയുള്ള ഒരാൾ, 3 അടിയുള്ള ഒരാൾ, 2 എക്സ്ട്രീംസിലുള്ള ആൾക്കാർ തമ്മിൽ തർക്കിക്കുന്നു. അങ്ങനെ ഫൈറ്റ് എപ്പോഴും അങ്ങനെ ഫലവത്താവും. ലോറൽ ആൻഡ് ഹാർഡി, ടോം ആൻഡ് ജെറി എന്നൊക്കെ പറയുന്ന 2 എക്സ്ട്രീംസ് വരുമ്പോൾ അങ്ങനെ ഒരു കോമ്പിനേഷൻ വന്നു. പിന്നെ ഫസ്റ്റ് കണ്ടുമുട്ടുന്നതെന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി യുവജനോത്സവത്തിനാണ്. ഞാൻ മഹാരാജാസ് കോളേജിനെ പ്രതിനിധീകരിച്ച് ഈ എറണാകുളത്ത് വെച്ചാൽ മത്സരം നടക്കുന്നത്. നിറയെ എൻ്റെ സപ്പോർട്ടേഴ്സ് കോളേജിൽ നിന്നുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും. ഇവൻ ബസേലിയോസിനെ പ്രതിനിധീകരിച്ച് വരുന്നു. പക്ഷെ കയ്യടി മൊത്തം ഇവന്, എൻ്റെ കൂട്ടുകാർ പോലും ഇവനാണ് കൈയടിക്കുന്നത്. അപ്പം ഞാൻ ഇവനെ കണ്ടപ്പോൾ ഇത്രയല്ലേ ഉള്ളൂ, ഇവൻ എന്ത് ചെയ്യാനെന്ന് വിചാരിച്ചു. പക്ഷേ എന്നെ തോൽപ്പിച്ചുകൊണ്ട് അവൻ അതിൽ സമ്മാനവും നേടി. എന്നെ തോൽപ്പിച്ചുകൊണ്ട് അവൻ ഫസ്റ്റ് പ്രൈസ് കിട്ടുകയും ചെയ്തു. അന്ന് മനസ്സിലായി, ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ്. എങ്ങനെ പറയാ, ഇത് കോമൺ മാൻ പോലുമല്ല, മാൻ പോലും അല്ലാത്ത ഒരാൾ വന്നിട്ട് എന്നെ തോൽപ്പിച്ചു. മായുള്ളൂ. അപ്പോ അയാൾ എന്നെ തോൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി, ഇതിലൊന്നുമല്ല കാര്യം, കഴിവിലാണ്, ലുക്കിലല്ല, വർക്കിലാണ് കാര്യം എന്നുള്ളത് മനസ്സിലായി. ആ ഒരു കോമ്പിനേഷൻ വർക്കൗട്ടായി. ഞങ്ങൾ ഒരുമിച്ച് പോകുന്നു. ഞങ്ങൾ തമ്മിൽ പിരിപ്പിക്കാൻ പല ആൾക്കാരും പല രീതിയിലൊക്കെ ശ്രമിച്ചു. അയ്യോ, ഏറ്റവും കൂടുതൽ അടി ഉണ്ടാവുന്നത് ഞങ്ങൾ തമ്മില. അത് ഞങ്ങൾ മാത്രമുള്ള റൂമിലെ കാണാൻ പറ്റുള്ളത്. അങ്ങനെ എന്തടിയാന്നുള്ളത് ഭയങ്കര അടി ഉണ്ടാവും. ഒരു എക്സാമ്പിൾ, അല്ലെങ്കിൽ എനിക്കൊരു കൗതുകം, എന്താണ് നിങ്ങൾ തമ്മിൽ ഉണ്ടാകാനുള്ള ആ ഒരു റീസൺ? അതിനെങ്ങനെ കാരണമൊന്നുമില്ല. ചില തർക്കങ്ങൾ, പക്ഷെ ആ തർക്കം അവസാനിക്കുന്നത് വളരെ വലിയൊരു വിജയത്തിലേക്കായിരിക്കും. അപ്പൊ ചിലപ്പോൾ സ്റ്റേജിൽ മറ്റു സ്കിറ്റ് കളിക്കുന്നതിന് ഇതിനായിരിക്കും, ചിലർ പെരുമാറ്റത്തിലായിരിക്കാം. ഒരു പ്രാവശ്യം ഞങ്ങൾ അമേരിക്ക ചെന്നപ്പോൾ, അന്ന് നമ്മൾ അത്ര പോപ്പുലർ ഒന്നുമല്ല, ഞങ്ങൾ മിമിക്രി ഒക്കെ ചെയ്ത് ടി വിയിലൊക്കെ അറിയാം. അപ്പോൾ അതിൽ സ്റ്റാർസൊക്കെ ഉണ്ട്. സ്റ്റാർസിനെ അവിടെ പല വീടുകളിലാണ് താമസിപ്പിക്കുന്നത്. അപ്പോൾ ഓരോരുത്തർ ഓരോ വീടുകളിലേക്ക് കൊണ്ടുപോയി. അപ്പം ഞങ്ങൾ രണ്ടും മാത്രം തിരിവായി. ഈ നല്ല കശുവണ്ടിയൊക്കെ കയറ്റി കേടുവന്നത് മാറ്റിയിടൂലേ, 2 ഷേപ്പില്ലാത്ത ആൾക്കാർ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ കൊണ്ടുപോകാൻ ആരുമില്ല. അങ്ങനെ ഒരു അച്ചായൻ ഞങ്ങളെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് അച്ചായൻ കൊണ്ടുപോയി. അവിടെ അപ്പോഴേ അവന് താല്പര്യമില്ല, ഈ അച്ചായൻ്റെ കൂടെ ഞാനില്ല. ഞാൻ പറഞ്ഞു, നീ വാ, എത്രയോ കിലോമീറ്റർ യാത്ര ചെയ്ത് പോകണം താമസിക്കണമെങ്കിൽ. അപ്പോൾ അത് ഞങ്ങൾ തമ്മിൽ തർക്കമായി. ലാസ്റ്റ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ അച്ചായനാണെങ്കിൽ എപ്പോൾ നോക്കിയാലും ഇങ്ങനെ വന്നിരിപ്പാണ്. ഇവൻ കിടന്നുറങ്ങണത് കാണുക, അവൻ ഭക്ഷണം കഴിക്കണം നോക്കിക്കുക. അവൻ ഏതോ ഒരു പ്രത്യേകതയുള്ളൊരു സാധനത്തിന് കിട്ടിയതുപോലെ ഭയങ്കര ശല്യം. കാലത്ത് പുള്ളി 5 മണിക്കായിട്ട് എഴുന്നേറ്റിട്ട് നോക്കിയിരിക്കുകയാണ്. പുള്ളി ഇങ്ങനെ നോക്കിയില്ല. അപ്പം ഞാൻ എഴുന്നേറ്റ് നോക്കിയപ്പോൾ പുള്ളി പറഞ്ഞു, ഓ അവൻ്റെ അഹങ്കാരം കണ്ടോ, ഉറങ്ങുന്നു കണ്ടോ, ശ്വാസം വലിക്കുന്നു കണ്ടോ, മസിലൊക്കെ ഉണ്ടോ, മസിലൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ശല്യം. ലാസ്റ്റ് ഇവന് ബാത്റൂമിൽ പോകണമെങ്കിൽ 1 മണിക്കൂർ വേണം. ആരും പോയി മുട്ടാൻ പോലും പാടില്ല. മുട്ടനെ ടെൻഷനാവും, സിസ്റ്റം ഒക്കെ ഫെയിലർ ആവും. ഈ അച്ചായത്തിയാണെങ്കിൽ, ഈ പുള്ളിക്കാരൻ്റെ വൈഫാണെങ്കിൽ ആകെ ഇത്രയേ ഉള്ളൂ, 1 മണിക്കൂറായി കയറിയിട്ട് ഇങ്ങനെ ഇറങ്ങി വന്നേ, ഒരു കപ്പ് വെള്ളം മതിയല്ലോ കുളിക്കാൻ, ഇറങ്ങിയേ. ഇവനൊന്നും നടക്കുമല്ലോ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഞാൻ പറഞ്ഞു, ഇവിടെ ഒന്ന് പോവാം, ഇവിടെ പറ്റില്ല, എല്ലാ ക്ഷമയുടെ നെല്ലിപ്പല്. ഞാൻ പറഞ്ഞു, വേണ്ട, ഇവിടെ തന്നെ ഇടും, വേറെ ആരും ഇല്ലടാ, ഇവരല്ലേ ശല്യം. അപ്പൊ അതിന്റെ പേരിൽ ഞങ്ങൾ തർക്കം, ഇടിയായി, ബഹളായി. ലാസ്റ്റ് പുറത്തെത്തി. രാത്രി 12 മണിക്കാണ് ബഹളം ഉണ്ടാക്കണമെന്ന് തോന്നുന്നു റോട്ടിൽ. ലാസ്റ്റ് അവിടുത്തെ ഒരു 911 നമ്പർ വിളിച്ചാൽ പോലീസ് വരും. അവിടെ ആ റോട്ടിൽ സ്ട്രീറ്റൊക്കെ ഭയങ്കര കാമാണ്. അപ്പുറത്തുള്ളവർ വിചാരിച്ചു ഏതോ അച്ഛനും മോനും, ഏതോ കുഞ്ഞും അപ്പനും കൂടി. അവിടെ പിള്ളേരെ തൊടാൻ പാടില്ല. ഇത് കൊച്ചിനിട്ട് ഞാൻ തെറി പറയുന്ന ബഹളം ഉണ്ടാക്കണം. അവർ ഉടനെ പോലീസിന് ഫോൺ ചെയ്ത്, പോലീസ് വന്നപ്പോഴേക്കും ഞാൻ ഇവൻ്റെ അടുത്ത് ഇങ്ങനെ പിടിച്ചു, ഐ സാൻ നോ പ്രോബ്ലം. അതങ്ങനെ സോൾവ് ചെയ്തു പോയി. അങ്ങനെ വിട്ടു. അങ്ങനെ ഉള്ള രസകരങ്ങളായ, അത് ആൾക്കാർക്ക് കണ്ടാൽ രസം തോന്നുന്നു.
അങ്ങനെ എപ്പോഴും നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഞാൻ കണ്ടിട്ടുണ്ട്. അയ്യോ, എനിക്ക് കാണുമ്പോഴത്തേക്ക് അയ്യോടാ ചക്കര, ഞാനിങ്ങനെ വിചാരിച്ചു എന്നെ ആരെങ്കിലും ഒക്കെ എടുത്തോണ്ട് നടന്നിരുന്നെങ്കിൽ എന്ന്. കുഴപ്പമില്ല. അല്ല, അപ്പൊ പക്രു ചേട്ടൻ പറയാം, ടിനി ചേട്ടാ എന്നെ എടുക്കൂ, എന്താ നിങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് വിളിക്കുന്നത്? പേര് തന്നെ വിളിക്കും. ടിനി സാധാരണ മനുഷ്യരല്ലേ ഞങ്ങള്. അല്ല, ഇനി ചേട്ടാന്നോ അങ്ങനെ കല്യാണം കഴിക്കാൻ പ്ലാൻ ഇട്ടിരുന്നല്ലേ? അല്ല, ജയിലിലൊക്കെയാണ് നമ്പർ ഇട്ട് വിളിക്കുക, 350, 220. നമ്മൾ സാധാരണ ആൾക്കാരനല്ലേ. ഞാനൊന്നും ചോദിച്ചില്ല, ക്ഷമിക്കും. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് പക്രു ചേട്ടൻ പറയോ ടിനി എന്നെ എടുക്കൂ? അങ്ങനെയൊന്നുമല്ല, അതിന്റെ അവസ്ഥ കാണുമ്പോൾ നമുക്കറിയാലോ. അപ്പൊ എടുത്തോണ്ട് കിടക്കും, ഇത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഞാനല്ല ചോദിക്കുന്നത്, ചേട്ടൻ ഭയപ്പെടുകയേ വേണ്ട, ഞാനല്ല. നമ്മൾ തമ്മിൽ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് എപ്പോഴാണെന്ന് ടിനിക്ക് ഓർമ്മയുണ്ടോ? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സെൻറ്റ് ആൽബർട്ട്സ് കോളേജിൽ ടിനി പഠിക്കുമ്പോൾ കൊച്ചിൻ കലാഭവൻ്റെ മിമിക്സ് പരേഡ് ട്രൂപ്പിൽ ചേരുവാനായിട്ട് കൊച്ചിൻ കലാഭവനിൽ എത്തുന്ന ആ സമയത്താണ് നമ്മൾ പരിചയപ്പെടുന്നത്. അന്ന് കലാഭവൻ്റെ മിമിക്സ് പരേഡിൽ ടിനി ചേർന്നില്ല എങ്കിലും അതിനുശേഷം ഞാൻ കൊച്ചിൻ ഗിന്നസ് എന്ന ട്രൂപ്പ് തുടങ്ങിയപ്പോൾ നമ്മളുടെ ഈസ്റ്റേൺ സൂപ്പർ കോമഡി ഷോ എന്ന പ്രോഗ്രാമായി ഗൾഫ് നാടുകളിലെത്തുകയും ഞങ്ങൾ സത്യം പറഞ്ഞാൽ വളരെ നാളുകൾക്ക് ശേഷം ഗൾഫ് അടക്കി ഭരിച്ചു എന്ന് പറയാം. അത്ര വലിയ ഷോ ആണ് നമ്മൾ നടത്തിയത്. ഞാനും ടിനിയും മനോജും ഉണ്ണിയും സുബിയും എല്ലാം ചേർന്നിട്ട് ആ CD സൂപ്പർ ഹിറ്റാകുകയും ചെയ്തു, ഈസ്റ്റേൺ സൂപ്പർ കോമഡി ഷോ. അതിനുശേഷമാണ് ടിനി ടെലിവിഷൻ പരമ്പരകളിലൊക്കെ അഭിനയിക്കാൻ തുടങ്ങുന്നതും സിനിമാ വേദിയിലെത്തുന്നതും. ടിനിയുടെ ഓരോ ഡെവലപ്മെൻറ്റും ഞാൻ വളരെയധികം ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കുന്ന വ്യക്തിയാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ടിനിയുടെ ഓരോ വേഷങ്ങളും കാണുമ്പോൾ ഞാൻ വളരെയധികം ആനന്ദിക്കുന്ന വ്യക്തിയാണ്. എനിക്ക് ടിനിയോട് ചോദിക്കാനുള്ള ഒറ്റ ചോദ്യമാണ്. നമ്മൾ പുരാണങ്ങളിലെ പല കഥാപാത്രങ്ങളെയും നമ്മൾ വളരെയധികം ഭയഭക്തി ബഹുമാനത്തോടെ കാണാറുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ ടിനിക്ക് ആഗ്രഹമുണ്ടോ? പണ്ടത്തെ മിമിക്സ് പരേഡിന്റെ കാസറ്റിന്റെ അകത്തൊക്കെ പ്രസാദ് ചേട്ടനെ ഇങ്ങനെ കണ്ട് പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്ക് ഒത്തിരി പ്രായമായ പോലത്തെ ഒരു ഫീല്. അപ്പം ടിനി ചേട്ടാ, പ്രസാദ് ചേട്ടൻ ചോദിച്ച ആ ചോദ്യത്തിന്റെ ഉത്തരം അത് പറയാം. അതിനു മുമ്പ് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഈ റിവോൾവിംഗ് ചെയർ കണ്ടുപിടിച്ച ആൾ പുള്ളിയാണ് തിരിഞ്ഞിങ്ങനെ വന്നത്. അതിനുശേഷമാണ് ഡോക്ടേഴ്സും മറ്റവരൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഈ പറഞ്ഞത് സത്യമാണ്. കാരണം കലാഭവൻ എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ വീടിൻ്റെ തൊട്ട് അടുത്തുള്ളതാണ്. അപ്പോൾ പണ്ട് ഞാൻ കളസോക്കിട്ട് കിടക്കുമ്പോൾ ജയറാമേട്ടനൊക്കെ ഇങ്ങനെ നടന്നു പോകണമെന്നുണ്ട്. ജയറാമേട്ടൻ, ഈ പ്രസാദേട്ടൻ, സൈനുക്ക, ആബേലച്ചൻ, ഇവരൊക്കെ റെയിലിൻ്റെ അടുത്താണ് എൻ്റെ വീട് എന്ന് വിചാരിച്ച് മറ്റേ പ്രതിപാടിക്കാരാന്ന് വിചാരിക്കല്ലോ, അവിടെ റെയിലിൻ്റെ അടുത്താണ് വീട്. അപ്പോൾ ഇവരിങ്ങനെ നടന്നു പോകുന്ന ഞാൻ ചെറുപ്പത്തിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏറ്റവും ആഗ്രഹിച്ചിരുന്നത് കലാഭവനിൽ കയറണമെന്നാണ്. പക്ഷേ ഒരുപാട് തവണ ശ്രമിച്ചിട്ട് അവിടെ കയറാൻ പറ്റില്ല. അങ്ങനെ ഒരു ഗ്യാപ്പ് വന്നപ്പോൾ വീണ്ടും അവിടെ ക്ഷണം വന്നപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഇൻ്റർവ്യൂ ചെയ്യുന്നത് കലാഭവൻ മണിയാണ്. അപ്പോൾ ഞാൻ ഈ ഫിലിം സ്റ്റാർസിനെയൊക്കെ അനുകരിച്ചു. അപ്പോൾ വേണ്ടാത്തവരപ്പം തന്നെ ടിക്ക് ചെയ്ത് പറഞ്ഞു വിടും. അപ്പോൾ എൻ്റെ ഒരു കഴിവുകൊണ്ടായിരിക്കാം, കൊള്ളാം എന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം എന്തൊക്കെ ചെയ്യുന്നുള്ള ചോദിക്കും. അപ്പോൾ അന്ന് ഈ മറ്റേ ശബ്ദാനുകരണങ്ങൾ, ഒന്ന് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ സൗണ്ട്, പിന്നെ കോമഡി, ഫിലിം സ്റ്റാർസിനെ അനുകരിക്കുക. അപ്പോൾ എനിക്ക് ഇതിൽ ഒരു പക്ഷെ നല്ല മാർക്ക് കിട്ടിയതുകൊണ്ട് ഒരാളും കൂടി ഇൻ്റർവ്യൂ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നോക്കാം, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞിട്ട് പ്രസാദേട്ടൻ്റെ അടുത്തേക്കാണ് വിടുന്നത്. അപ്പോൾ പ്രസാദേട്ടൻ നമ്മൾ കണ്ടിട്ടുള്ള ആളാണല്ലോ, അന്നത്തെ സൂപ്പർ സ്റ്റാർസ് ഇവർ 5-6 പേരാണ് ശരി. അപ്പോൾ പ്രസാദേട്ടൻ എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് നമ്പറൊക്കെ മേടിച്ചു. ഇദ്ദേഹം കാണിച്ചൊരു ബുദ്ധിയാണെന്ന് ഓർക്കണം കേട്ടോ. കലാഭവനിൽ ഇപ്പോൾ സ്റ്റാർസിനും ചെയ്യാൻ ആൾ വേണ്ട എന്നുള്ളതാണ് അവിടെ നിന്ന് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. പക്ഷെ ഇദ്ദേഹം വേറൊരു ട്രൂപ്പ് തുടങ്ങുന്നുണ്ട്, അതിലേക്ക് മാറ്റി നിർത്തിയതാണ് എന്നെ. കലാഭവനിൽ വേറെ ആൾക്കാരൊക്കെ കയറ്റി വിട്ടിട്ട്. പക്ഷെ ഞാനന്ന് നിരാശനായി. ഇത്രയും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടും എനിക്കറിയാം നന്നായിട്ട് പെർഫോം ചെയ്തെന്നുള്ളൂ. എന്നിട്ട് ഇവിടെ സെലക്ഷൻ കിട്ടിയില്ല, വിഷമായി. അങ്ങനെയുള്ള വിഷമങ്ങൾക്ക് പിന്നീട് എനിക്ക് ഉത്തരം കിട്ടാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സൈനുദ്ദീനും പ്രസാദും കൂടി ഞാൻ പറഞ്ഞ കഥയിലേക്ക് എത്തുകയാണ്. ഒരു ട്രൂപ്പ് തുടങ്ങുന്നു, കൊച്ചിൻ ഗിന്നസ്. അതിൽ കയറിയ ശേഷമാണ് ലോകം മുഴുവൻ എനിക്ക് സഞ്ചരിക്കാനുള്ള ഭാഗ്യം കിട്ടിയത്. അന്ന് കലാഭവനിലേക്ക് കയറിയിരുന്നെങ്കിൽ അവിടെ ഒതുങ്ങിപ്പോയനെ. അവരുടേതായ ഒരു വലിയ ട്രൂപ്പ് തന്നെയാണ്. പക്ഷേ ഇവരിലേക്ക് വന്നപ്പോഴേക്കും എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി സിനിമാ വേൾഡുമായിട്ട് ബന്ധപ്പെടാനും ആ ഒരു മേഖലയിലേക്ക്, അതായത് ഒരുപാട് വേൾഡ് ടൂർ സംഘടിപ്പിച്ചതുപോലെ ബെസ്റ്റ് കോമഡി പ്രോഗ്രാം, കോമഡി ഷോ ചെയ്യാൻ സാധിച്ചു. പിന്നെ അദ്ദേഹം ചോദിച്ചതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് പുരാണങ്ങളിൽ ഏതെങ്കിലും ചെയ്യാണ്. എനിക്കിഷ്ടം ഹനുമാനാണ്. കാരണം ഹനുമാൻ എന്ന് പറയുമ്പോൾ എല്ലാവരും ചിരിക്കുമല്ലേ അവർ. പക്ഷേ
ഒന്ന് സുഹൃത്ത് ബന്ധത്തിന് ഏറ്റവും വില കാണുന്ന ഒരാളാണ്, ആർക്കോ വേണ്ടി ജീവിച്ച ആളാണ് അല്ലേ, സത്യം. രാമന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട്. പിന്നെ ശക്തിയുള്ള ഒരാളാണ് അല്ലേ, എന്തും കീഴടക്കാൻ ശക്തിയുള്ള ഒരാളാണ്. പിന്നെ നിത്യബ്രഹ്മചാരിയാണ്, വേറെ തലവേദനയൊന്നുമില്ല, ഭാര്യയും മക്കളൊന്നുമില്ല. ഭാര്യ ഇതൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. അല്ല, വേറെ പ്രാരാബ്ദമൊന്നുമില്ല, ഫ്രീ ആയിട്ട് നടക്കാം, ഇടവേള ബാബു പോലെ സുഖമായിട്ട് ജീവിക്കാം. എന്തായാലും അതൊരു ഉത്തരവാദിത്വം തന്നെയാണല്ലോ, ഭാര്യ കുട്ടി എന്നൊക്കെ പറയുന്നത്. അതല്ലെങ്കിൽ ജീവിതമില്ല, പക്ഷേ അതൊരു ഉത്തരവാദിത്തമാണ്. പക്ഷെ ഇതൊന്നുമില്ല, ഫ്രീ ആയിട്ട്. എന്നാൽ നല്ല പേരുമുണ്ട് അല്ലേ, ഹനുമാൻ എന്ന് പറഞ്ഞിട്ട് അല്ലേ, ഭയങ്കര ശക്തി വേണം. ശരിയാണ്, സത്യമാണ്. ഇപ്പൊ ഈ സൂപ്പർ ഹീറോസ് ഒക്കെ ഏറ്റവും അവസാനം മാൻ എന്ന് ചേർത്താണ്. നമ്മുടെ പുരാണത്തിൽ ഒരൊറ്റ മാനേ ഉള്ളൂ, ഹനുമാൻ. അല്ല, അപ്പൊ പിന്നെ നമ്മുടെ സൂപ്പർ ഹീറോസിന്റെ കൂട്ടത്തില് നമ്മളെ ഇംഗ്ലീഷിലെ സൂപ്പർ ഹീറോസ് അവരുടെ കൂട്ടത്തിൽ ഇപ്പൊ സൂപ്പർമാൻ, ബാറ്റ്മാൻ, സ്പൈഡർമാൻ ഇവരൊക്കെ ഉണ്ടല്ലോ. ഇവരിൽ ഒരാളെ ചെയ്യാൻ ഒരു ചാൻസ് കിട്ടുകയാണ്, ആരെ ചെയ്യും? എനിക്ക് ഇവരൊന്നുമില്ല, പക്ഷെ മാൻഡ്രേക്ക് എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു, ആളെ മറന്നിരിക്കുകയാണല്ലോ. ജൂനിയർ മാൻഡ്രേക്ക്? ജൂനിയർ മാൻഡ്രേക്ക് അല്ല, അതിന് മുമ്പൊരു മാൻഡ്രേക്ക് ഉണ്ട്, മറ്റേ മജീഷ്യൻ മാൻഡ്രേക്ക്. മജീഷ്യൻ. ആ മാൻഡ്രേക്കിനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതെയോ? എന്ന് വെച്ചാൽ ശരിക്കുള്ള നമ്മുടെ മജീഷ്യൻ മാൻഡ്രേക്ക്. എവിടെയുള്ള? തിരുവല്ലയിലുള്ളതല്ല, തിരുവല്ലയിലുള്ള മാൻഡ്രേക്ക് എന്നല്ല ഞാൻ പറഞ്ഞു, ഒറിജിനൽ മാൻഡ്രേക്ക് ഉണ്ട്, ഫാൻഡം മാൻഡ്രേക്ക് എന്ന് പറഞ്ഞ. എന്റെ കുട്ടിക്കാലത്തെ സൂപ്പർ ഹീറോസ് അവരാണ്. അതിൽ മാൻഡ്രേക്കിന് എനിക്ക് മാജിക് ഭയങ്കര ഇഷ്ടമാണ്. മാജിക് ചെയ്യൊന്നുമില്ല, നമ്മൾ തന്നെ ഒരു മാജിക് അല്ലേ, ഇതൊക്കെ മാജിക് തന്നെയാണ്. ഈ ശബ്ദാനുകരണം എന്നൊക്കെ പറഞ്ഞാൽ വലിയ മാജിക് തന്നെയാണ്. അപ്പൊ അതിലും ഈ ഞാൻ പറഞ്ഞ 2 ഷെയ്ഡ്സ് ഉണ്ട്. ഒന്ന് സുന്ദരനായിട്ട് ഒരാളുണ്ടല്ലോ, അറിയാലേ, മുതുകാട്, ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട്. ഇനി ഞാൻ അവതരിപ്പിക്കുന്ന മാജിക് എന്ന് പറയുന്നത്, പുള്ളിക്കാരൻ ഒരിക്കലും പ്രായമാകാത്ത ഒരു മനുഷ്യനാണ്, ഇപ്പോഴും അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. അതുപോലെ നേരെ ഇപ്പുറത്ത് നോക്കുമ്പോ സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ ഭീകരതയാണ്. ഇതുപോലെ തന്നെ കണ്ടിട്ട് ഞാൻ നിങ്ങളെ ഇങ്ങനെയൊക്കെ പറയുമ്പോ തന്നെ അല്ലേ, ഇവിടെ ഒരു സംഭവം എന്താണെന്ന് നിങ്ങൾ എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ചു കളയും. എന്നിട്ട് സ്റ്റേജിലേക്ക് ഏതെങ്കിലും ഒരു കുട്ടി കടന്നു വരൂ എന്ന് പറയുമ്പോൾ ഏത് കുട്ടിയാലാണത്? കുട്ടി പോയിട്ട് കുട്ടിയുടെ അപ്പം പോലും കയറി. അപ്പൊ ഇത് 2 എക്സ്ട്രീമിസ്റ്റ് ആണ്, നേരത്തെ പറയാൻ പറ്റുപോയി രണ്ടുപേരും അല്ലേ. അപ്പൊ അതുപോലെ ഒരു മാൻഡ്രേക്ക്, ആ ഒരു സൂപ്പർ ഹീറോയിനാണ് എനിക്ക് ഇഷ്ടം. അദ്ദേഹം എല്ലാം സൃഷ്ടിക്കാറുണ്ട് പെട്ടെന്ന്. മാൻഡ്രേക്കിന്റെ പവർ ഞാൻ ചേട്ടന് ഇതാ തന്നിരിക്കുന്നു. ചേട്ടൻ ഇപ്പോ എന്ത് സൃഷ്ടിക്കും? ഇവിടെ ചേട്ടന് വേണ്ടിട്ട് ഞാൻ ഇവിടുന്ന് അപ്രത്യക്ഷമാകും, അതിനെ വേണ്ടിട്ട് ചോദിക്കണ്ടായിരുന്നു. അത്രയ്ക്ക് ബോറായതുകൊണ്ടല്ല, ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾ അവിടെ നിന്ന് രക്ഷപ്പെടാനല്ലോ പിന്നെ ശ്രമിക്കാറ്. തുടങ്ങിയല്ലേ ബന്ധനം കാഞ്ചനക്കൂട്ടിലാണെങ്കിൽ ബന്ധനം തന്നെയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും ലൈറ്റിന്റെയും ക്യാമറയുടെ ഇടയിൽ ബന്ധിച്ചിട്ടിരിക്കല്ലേ, ഇതിന്ന് രക്ഷപ്പെടാനാണ് ഇനി നമ്മൾ എല്ലാം മനസ്സിലായി ചേട്ടാ. ചേട്ടൻ ഇങ്ങനെയൊക്കെ ഇപ്പൊ വളരെയധികം എന്താ റീസൺസ് ഒക്കെ പറയുന്നെങ്കിൽ എനിക്കെല്ലാം മനസ്സിലായി. എന്നെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് പറഞ്ഞത് അല്ലേ. സാരമില്ല, ചേട്ടന് വേണ്ടിയിട്ട് ഞാൻ പണിത് വെച്ചിരിക്കുന്ന പണി ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. പക്ഷെ അതിനു മുമ്പായിട്ട് പണിയല്ലാത്ത ഒരു നല്ലൊരു ചോദ്യവുമായിട്ട് ഒരാൾ ഇവിടെ എത്തിയിട്ടുണ്ട്, നമുക്ക് കാണാം. ഹായ് ടിനിച്ചേട്ടാ, എൻ്റെ പേര് ഷാൻ, ഞാൻ എറണാകുളത്ത് ബിസിനസ് ചെയ്യുന്നു. ടിനിച്ചേട്ടൻ്റെ ഒരുപാട് സിനിമകളും സ്റ്റേജ് ഷോസും ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, മിമിക്രി രംഗത്ത് ടിനിച്ചേട്ടനും നാദൃശ്യക്കയുമാണ് നന്നായി നീറ്റായി ഡ്രസ്സ് ധരിക്കാറുള്ളത്. എൻ്റെ ചോദ്യം ഇതാണ്, ആർട്ടിസ്റ്റുകൾക്ക് വസ്ത്രധാരണം ഒരു ഇമ്പോർട്ടൻസ് ആയ ഒരു ഘടകമാണോ? ടിനിച്ചേട്ടാ, അത് ആക്ച്വലി വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. കാരണം കുറെ കാലമൊക്കെ ഈ മിമിക്രിക്കാരുടെ വസ്ത്രധാരണം എന്ന് പറയുന്നത് വെള്ളയുമായിരുന്നു. ഇപ്പോഴാണ് അതൊക്കെ ഒന്ന് മാറി വന്നത്. അപ്പോൾ ഈ ചേട്ടൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ചേട്ടനെ നന്നായിട്ടൊന്ന് സൂചിപ്പിച്ചു, ഏറ്റവും നന്നായിട്ട്. ആക്ച്വലി ശരിയാണ് കേട്ടോ. ഇപ്പം തന്നെ നമുക്ക് ടിനിച്ചേട്ടനെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും വളരെ സുന്ദരനായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞത്. അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം, ഞാൻ വളരെ മോശമായിട്ട് നടക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. എന്നാൽ ഡ്രസ്സ് ഉണ്ടെങ്കിലും അത് നീറ്റായിട്ട് ഇടൂലായിരുന്നു. അപ്പോൾ എല്ലാവരും ഇവരെന്താ ഒരു തേച്ച ഷർട്ട് ഇടൂല. കുറേ പേര്, നാദർഷയൊക്കെ ആണ് പറഞ്ഞില്ല, എൻ്റെ ഒരു മെൻറ്ററും കൂടിയാണ്, പുള്ളിയാണ് എന്നെ ഒരു മിനി സ്ക്രീനിലേക്കൊക്കെ കൊണ്ടുവരുന്നത്. നീ വൃത്തിയായിട്ട് വസ്ത്രം ധരിക്കണം, നിനക്ക് ഉയരവും ഇതൊക്കെ ഉണ്ടല്ലോ, നീ മര്യാദക്ക് ഡ്രസ്സ് ചെയ്ത് അങ്ങനെ പറഞ്ഞ് നിർബന്ധപൂർവ്വം പിന്നെ നല്ല ഡ്രസ്സുകൾ ഇതുപോലെ ക്യാമറയുടെ മുമ്പിലാണ്. അല്ലാത്ത സമയത്ത് ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. ഇവരെ കണ്ടിരിക്കുന്നത് ക്യാമറയുടെ ഇവർ വന്നിട്ട്, അല്ലാണ്ട് നമ്മൾ ലുങ്കിയെ കൂടി തന്നെ നടക്കാറുള്ളൂ. മനസ്സിലായില്ലേ? അതാണ് നമുക്ക് സ്വാതന്ത്ര്യം. നമ്മൾ ഇഷ്ടപ്പെടുന്നത്, നമ്മൾ വേറെ ചട്ടക്കൂട്ടി കയറ്റുമ്പോൾ നമ്മൾ വേറെ ആളായി മാറും. അല്ലാതെ നമ്മൾ കാണുമ്പോൾ കളസോ അല്ലെങ്കിൽ ഇതൊക്കെ ഇട്ട് നടക്കാം. ചേട്ടന്റെ ഏറ്റവും ഇഷ്ടമുള്ള ഡ്രസ്സിംഗ് എന്താ? ലുങ്കിയാണോ? ലുങ്കി കൊടുത്തില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല, അതറിയോ? അതെയോ?
കിടന്നുറങ്ങുമ്പോ തേച്ച മുണ്ടും വൈറ്റ് ഇതൊക്കെ അങ്ങനെയൊക്കെ ഞാൻ ചിലരെ കണ്ടിട്ടുണ്ട്. ഈ മണിയറയില് ആദ്യ രാത്രി പോലെയൊക്കെ. ചേട്ടൻ എല്ലാ ദിവസവും മുണ്ടൊക്കെ തേച്ചാണ് കിടന്നുറങ്ങുന്നത്? അല്ല, അങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ടെന്ന്. ഓക്കെ. നമുക്ക് ഈ മടക്കി കുത്തി ഇങ്ങനെ വെക്കുന്ന ലുങ്കിയാണ് ഏറ്റവും സൗകര്യം. ഓക്കെ, ചേട്ടൻ്റെ കഴിവ് തെളിയിക്കാനായിട്ട് ഞാൻ മറ്റൊരു സംഭവം ചേട്ടന് തരാൻ പോവാണ്. ചേട്ടൻ നമ്മുടെ ഓൺലൈൻ ഇപ്പം ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഡബ് സ്മാഷ് കണ്ടിട്ടില്ലേ? അപ്പോൾ ചേട്ടൻ അതുപോലെ നമ്മളൊരു ഡയലോഗ് തരും. ഓക്കെ, ചേട്ടൻ പഠിച്ച് പെട്ടെന്ന് 3 ടേക്ക് തരും കേട്ടോ. 3 ടേക്കിൽ നമുക്ക് ശരിയാകണം. ഈ വരാൻ പോകുന്ന ഡബ് സ്മാഷ് എന്ന് പറയുന്നത് അതിൽ കൊച്ചിൻ ഹനീഫയും ഹരിശ്രീ അശോകനുമാണ്. പഞ്ചാബി ഹൗസ് എന്ന് പറയുന്ന ഫിലിമിലെയാണ് കൊച്ചിൻ ഹനീഫ ഞാൻ. ഓക്കെ, ഹരിശ്രീ അശോകൻ ചേട്ടൻ. റെഡിയല്ലേ? ഡയലോഗ് ഞാൻ തരാം. നേരെ തിരിച്ചാക്കിക്കൂടെ? കൊച്ചിൻ ഹനീഫ ഞാൻ ഇല്ല, ഞാനാ കൊച്ചിൻ ഹനീഫ. പറ്റത്തില്ല, പഠിച്ചു വെച്ചേക്കാണ് ഞാൻ കൊച്ചിൻ ഹനീഫ. എനിക്ക് കൊച്ചിൻ ഹനീഫ ആകണം. Get set, get it set, get set, chat. മുതലാളി, നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. എന്ത് തീരുമാനം? നമ്മൾ നേരെ പഞ്ചാബി ഹൗസിലേക്ക് ചെല്ലുന്നു. എന്നിട്ട് വിഷ്വലില്ല. ചേട്ടനാണ് ഇതിന്റെ വിഷ്വൽ. യൂഷ്വലി നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് ഡബ് ചെയ്യുന്നു, ഇത് നമ്മൾ ഡബ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്യുന്നു. മുതലാളി നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. നമ്മൾ നേരെ പഞ്ചാബ് ഹൗസിലേക്ക് മര്യാദക്ക് ബോട്ട് വിട്ട് തരാൻ പറയുന്നു. അപ്പോൾ അവർ ബോട്ട് വിട്ട് തരില്ല എന്ന് പറയുന്നു. അപ്പോൾ ഒന്ന് ഇതല്ലേ? അപ്പോൾ ഒരു തീരുമാനമായില്ലേ? അപ്പോൾ ഒരു തീരുമാനമില്ലേ? ചേട്ടൻ ഡബ് സ്മാഷ് ഇതുവരെ ഓൺലൈൻ ചെയ്തായിരുന്നോ? ആ ഒരു അവസരം ഞാൻ ഇവിടെ ഗെറ്റ് സെറ്റ് ചാറ്റിലൂടെ ചേട്ടന് നൽകുകയാണ്. അപ്പോൾ നമ്മുടെ ഡയലോഗ് ഒക്കെ ഞാൻ ഓൾറെഡി ടിനി ചേട്ടൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ടിനി ചേട്ടൻ അത് വളരെ മനോഹരമായി പഠിച്ചിട്ടുണ്ട്. ടിനി ചേട്ടൻ ഹരിശ്രീ അശോകനും ഞാൻ ശ്രമിക്കുന്നില്ല, കൊച്ചിൻ ഹനീഫിക്കയായിട്ടും ചെയ്യുന്നതായിരിക്കും. നോക്കാം. ടേക്ക് 1. മുതലാളി, നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. എന്ത് തീരുമാനം? നമ്മൾ നേരെ പഞ്ചാബി ഹൗസിലേക്ക് ചെല്ലുന്നു. എന്നിട്ട് മര്യാദക്ക് ബോട്ട് വിട്ട് തരാൻ പറയുന്നു. എന്നിട്ട് അപ്പൊ ഒരു ബോട്ട് വിട്ട് തരില്ല എന്ന് പറയുന്നു. അപ്പൊ ഒരു തീരുമാനമായില്ലേ? തകർത്തു ചേട്ടോ, തകർത്തു. അടിച്ചു പൊളി ചേട്ടോ. ചേട്ടന് ഞാൻ ഇതിൽ 50-ൽ 50 മാർക്കും തരുന്നു. ഇതിന് മാർക്കുണ്ടെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ പരിപാടിയിൽ ഈ മാർക്കിംഗ് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും അവസാനം നമ്മൾ നോക്കും ഏത് സ്റ്റാറിനാണ് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയിരിക്കുന്നതെന്ന്. മനസ്സിലായോ? അപ്പോ ഇപ്പൊ ചേട്ടന് 100-ൽ 90 മാർക്ക് ലഭിച്ചിരിക്കുകയാണ്. എല്ലാരും ഒന്ന് കൈയടിച്ചേ. ചേട്ടന് വിസിലടിക്കാറിയാ? അടിക്കാനൊക്കെ അറിയാം. ഒന്നടിച്ചേ. ചേട്ടന് വേണ്ടിട്ട് തന്നെ, എനിക്കറിയാൻ വയ്യാത്തോണ്ട്. അടിപൊളി. ഓക്കെ, അടുത്ത പ്രാവശ്യം ഞാൻ പഠിച്ചിട്ട് വരാം കേട്ടോ. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി. ചേട്ടൻ ഇവിടെ വന്നിരുന്ന് ഈ സെറ്റ് മുഴുവൻ തകർത്ത് തരിപ്പണമാക്കി മനോഹരമായ ഒരു എപ്പിസോഡ് നമ്മുടെ ഓഡിയൻസിന് വേണ്ടി ഒഴുകാൻ വന്നത് കാളെ ഞാൻ മര്യാദ അങ്ങനല്ലേ ചേട്ടന്റെ തമാശകളിലൂടെ. സിംബോളിക് ചേട്ടാ, സിംബോളിക്. ചേട്ടന്റെ നിഷ്കളങ്കമായ സെന്റിമെന്റലായ ചക്രക്കുട്ടനായ ടിനി ടോം ചേട്ടനെ നമ്മൾ ഇന്ന് കണ്ടു, നേരായ ടിനി ടോം ചേട്ടനെ. അപ്പോൾ ചേട്ടൻ്റെ നല്ല ഒത്തിരി പടങ്ങൾ വരുന്നുണ്ട്. ഓൾ ദ ബെസ്റ്റ്. അതിൻ്റെയൊക്കെ വിശേഷങ്ങൾ ഞങ്ങളോട് കുഞ്ഞു രീതിയിൽ പറഞ്ഞു. അപ്പോൾ കുഞ്ഞു രീതിയിൽ ഒത്തിരി സന്തോഷം. പിന്നെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പറഞ്ഞതിൽ ഒത്തിരി സന്തോഷം. ഇനി ഞാൻ കൂടുതൽ പൊക്കി പറയണോ? ചേട്ടൻ ഇങ്ങനെ പോവാനായിട്ട് റെഡി ആയിട്ടിരിക്കും. കാശ് മേടിക്കണതിനനുസരിച്ച് തൊഴിൽ ചെയ്താൽ മതി, അതിന്റെ ഓവറാക്കണ്ട. അപ്പൊ ശരി, അപ്പൊ പിന്നെ ഇന്നത്തേക്ക് ഇത്രയും മതിയാവും. അടുത്ത പ്രാവശ്യം വീണ്ടും കാണാം. ഇനി എന്റെ ഇന്റർവ്യൂവിന് വിളിച്ചാൽ വരുമോ? ഇന്റർവ്യൂ വൃത്തിയുടെ കാര്യമൊന്നുമല്ല. അല്ല, ഞാൻ ചെയ്യുന്നു. ഒരു നടിയൻ ഇങ്ങനെ പറഞ്ഞപ്പോ നമുക്കൊന്ന് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ അയ്യോ പെട്ടെന്ന് അവനെ ആരെങ്കിലും കാണും എന്ന് പറഞ്ഞു. അങ്ങനെ വേറെ ഉദ്ദേശമൊന്നുമില്ലല്ലോ. ഒരു ദുരുദ്ദേശം ഇല്ല ചേട്ടാ. പക്ഷേ പിന്നെ വരുമോന്ന് ചോദിച്ചാൽ വരും. എനിക്ക് ചേട്ടൻ ഇനി എന്നെ പൊക്കി പറയാനുള്ള അവസരം തരണോ? മനോഹരമായി ചെയ്തുന്നോ അങ്ങനെ അല്ല, ഇതിലിപ്പോ ഭയങ്കര ഇതല്ല, നമ്മൾ എൻജോയ് ചെയ്യാന്നുള്ളതാണ്. നമ്മൾ ഇരുന്ന സമയം നമ്മൾ ബോറടിക്കാതെ ഇരിക്കുക എന്നുള്ളതാണ്. ഞാൻ എന്നെ തന്നെ ഒന്ന് പൊക്കി പറയിപ്പിക്കാന്ന് വിചാരിച്ചാൽ ഞാൻ ഇത് 2ാമത്തെ പ്രാവശ്യമാണ്. അല്ല, അത് തന്നെയാണ് ഞാൻ ഇന്റർവ്യൂ ചെയ്യാൻ നിങ്ങൾ ഉത്തരം അങ്ങനെ ആയിരിക്കരുത്. ചാറ്റ് എന്ന് പറഞ്ഞാൽ ചോദ്യകർത്താവും ഉത്തരം പറയുന്ന ആളൊന്നുമില്ല. നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ ആസ്വദിക്കണം. നമ്മൾ മാത്രമല്ല, കാണുന്ന ജനങ്ങൾ ആസ്വദിക്കണം. ശരി, എങ്കിൽ ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിക്കട്ടെ. ആസ്വദിച്ചോ? അതുകൊണ്ടാണല്ലോ ഇരുന്നാലും ഞാൻ വേറെ പണി നോക്കി പോരി. ഞാൻ ഇനി ഇത് കൂടുതൽ ഞാൻ ഒന്നും ചോദിക്കുന്നില്ല. ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ ചേട്ടൻ എന്താ പറയുന്നതെന്ന് എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ എന്താണെങ്കിലും താങ്ക് യു സോ മച്ച്. അപ്പം പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു ഗിഫ്റ്റും കൂടെ തരട്ടെ.
തരട്ടെ? ഇത് നല്ലൊരു ഗിഫ്റ്റാണ് കേട്ടോ. ഞാൻ നേരത്തെ ചോദിച്ച പോലത്തെ ചോദ്യങ്ങളോ ഡബ് സ്മാഷ് പോലത്തെ പണികളോ ഒന്നുമല്ല. അതിമനോഹരമായ ഗിഫ്റ്റ് ഞാൻ നമ്മുടെ നിധി കൂമ്പാരത്തിൽ നിന്നും ചൂഴ്ന്നെടുക്കാൻ പോവുകയാണ്. Get set, get set, get set, jet, get set, jet, yeah. ചേട്ടൻ ഓൾറെഡി പറഞ്ഞില്ലേ, ഞാനിവിടെ വന്ന് ഞാനൊരു കാളയല്ല, ഞാനിവിടെ തകർത്തില്ല. ചേട്ടാ, നമ്മൾ തകർക്കാൻ പോവുകയാണ്. ഓക്കെ, റെഡി? പേടിയൊന്നുമില്ലല്ലോ. നമ്മളിത് പൊട്ടിക്കാൻ പോവാ. നമ്മൾ ഗെറ്റ് സെറ്റ് ചാറ്റിന്റെ ആ ഒരു മനസ്സിലായി. ഓക്കെ, അപ്പൊ റെഡി? 90 മാർക്ക് മേടിച്ച് ഗെറ്റ് സെറ്റ് ചാറ്റ് പാസ്സായ ടിനി ടോം ചേട്ടന്റെ സക്സസ് നമ്മളിവിടെ Get set, chat. Get set, chat. Get set, get set, get set, chat. ഇതിന്റെ അടിയിലൊരു സാധനം ഉണ്ട്, കണ്ടിട്ടുണ്ടോ? അത് എല്ലാവരും പൊട്ടിക്കല് മാത്രമേ ഉള്ളൂ. കണ്ടിട്ടുണ്ടോ? അതെ, കൊടയുടെ അറ്റത്തുള്ള സാധനം. ഇതെടുത്തിട്ട് അതിൽ മണ്ണെണ്ണ ഇറക്കിട്ട് തിരിയിട്ട് കഴിഞ്ഞാൽ വിളക്കായിട്ട് ഉപയോഗിക്കുക. ഉണ്ടായി ജീവിച്ചോ. Get set, chat. Get set, chat. Get set, get set, get set, chat. Get set, chat. Yeah.